السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله سبحانه وتعالى വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ومن أحسن قولا ممن دعا إلى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ മറ്റാരും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്ത്, ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ഫദ്ല്, ഔദാര്യം ഇസ്ലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. اليوم ഇന്നേ ദിവസം അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കും. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നാണ്, നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ദീൻ അള്ളാഹുവിൻ്റെതാണ്. പക്ഷേ അതിന്റെ ഇളാഫത്ത്, അതിനെ ചേർത്തി പറയുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്കാണ് നൽകിയത്. നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നമ്മോടുള്ള സ്നേഹത്തെ, അവൻ നമ്മെ ആദരിച്ചതിന്റെ അടയാളമാണ്. നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. اليوم أكملت لكم دينكم وأتممت عليكم نعمتي, എൻ്റെ നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഇസ്ലാം ഏറ്റവും വലിയ നിഅമത്താണ്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ലാ അദ്രി അയ്യു നിഅമതി അലയ്യ അഫ്ളൽ, എനിക്കറിയില്ല അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് ഏതാണ്. അൽ ഇസ്ലാം അമിസ് സുന്ന, സുന്നത്താണോ അതല്ല അഹ്ലുസുന്നയിൽ നിൽക്കാൻ സാധിച്ചു എന്നതാണോ അതല്ല ഇസ്ലാമിൽ ജീവിക്കാൻ അനുവദിച്ചു എന്നതാണോ, ഏറ്റവും വലിയ നിഅമത്ത് അള്ളാഹുവിൻ്റെത് ഏതാണ് എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇസ്ലാം എന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്താണ്, ഏറ്റവും വലിയ ഫദ്ലാണ് മുസ്ലിമായി എന്നതാണ്. ഈ നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി എന്നതിനോടൊപ്പം തന്നെ ഇതിലേക്ക് മറ്റു സമൂഹങ്ങളെ, മറ്റു മനുഷ്യരെ ക്ഷണിക്കാൻ പല ആയത്തുകളിലും നമ്മോട് അവൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നിങ്ങളാണ് ഏറ്റവും നല്ല സമുദായം,
തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങളുടെ പ്രത്യേകത എന്താണ്? നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ നിന്നൊരു സമൂഹം ഉണ്ടാകട്ടെ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരായിക്കൊണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമ്പിയാക്കന്മാരെ കുറിച്ച്, നബിമാരെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ അഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. എല്ലാ റസൂലുകളെയും എല്ലാ ഉമ്മത്തിലേക്കും നാം പറഞ്ഞയച്ചത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അൻ അഅ്ബുദുല്ലാഹ്, ഒന്ന് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന്, വജ്തനിബുത് ത്വാഗൂത്ത്, നിങ്ങൾ ത്വാഗൂത്തിനെ വെടിയണമെന്ന് പറഞ്ഞു. നോക്കൂ, ഈ ആയത്തിൽ അമ്പിയാക്കന്മാരുടെ മുഹിമ്മ, അവരുടെ പണി എന്താണ്? ക്ഷണിക്കലാണ്, ഇസ്ലാമിലേക്ക് ക്ഷണിക്കലാണ്, തൗഹീദിലേക്ക് ക്ഷണിക്കലാണ്. ദഅവ എന്നത് അള്ളാഹുവിന്റെ ദീനിലേക്ക് സഹോദരങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരെ ക്ഷണിക്കുക എന്നത് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ പ്രവർത്തനമാണ് ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നതിൽ വെച്ച്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. لا الله سبحانه وتعالى പറയും, والعصر, കാലം തന്നെയാണ് സത്യം, തീർച്ചയായും മനുഷ്യന് വളരെ നഷ്ടത്തിലാണ്. ആരൊഴികെ? الذين آمنوا وعملوا الصالحات, വിശ്വസിച്ചവർ, അതുപോലെ തന്നെ അമലു സ്വാലിഹാത്തുകൾ ചെയ്തവർ. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചവർ. ഈ ആയത്തിനെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ഉസൂലുസ് സലാസ, ഇമാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ആരംഭിച്ചത് ഈ ആയത്തുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു, 4 കാര്യങ്ങൾ ഒരു മുസ്ലിമിന് നിർബന്ധമാണ്. മസലത്തുൽ ഊല അൽ ഇൽം, ഒന്നാമത്തെ കാര്യം ഇൽമ്, പഠിക്കലാണ്. വസ്സാനിയ അൽ അമൽ, രണ്ടാമത്തേത് പ്രവർത്തിക്കലാണ്. മൂന്നാമത്തേത് വദ്ദഅഉ ഇലൈഹി, അതിലേക്ക് ക്ഷണിക്കലാണ്. അപ്പോൾ ഒരു മുസ്ലിമിന്റെ ജീവിതം ദഅവത്ത് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിരിക്കണം. തന്റെ സഹോദരനെ, ചിലപ്പോൾ കുടുംബത്തിലുള്ളവരായിരിക്കാം, പരിചയത്തിലുള്ളവരായിരിക്കാം, അതല്ലെങ്കിൽ മനുഷ്യരിൽപ്പെട്ട ആളുകളെ, കുഫാറുകളായ യഹൂദരും നസ്രാനികളും മുശ്രിക്കുകളും അടങ്ങുന്ന, വിഗ്രഹാരാധകരടങ്ങുന്ന വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. അവരെ ഇസ്ലാമിലേക്ക് ദഅവ നടത്തുക, ക്ഷണിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള കാര്യമാണ്. അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റസൂലിന് മാത്രം നൽകിയ ഒരു പ്രത്യേകത എന്താണ്? അവിടുന്ന് ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കും മൊത്തത്തിൽ നിയോഗിക്കപ്പെട്ട റസൂലാണ്. ഒരു പ്രത്യേക സമൂഹത്തിലേക്ക് മാത്രമല്ല, എല്ലാവർക്കും അവിടുത്തെ ദഅവത്ത് ബാധകമാണ്. എങ്ങനെയാണ് അവിടുത്തെ ദഅവത്ത് മറ്റു സമൂഹത്തിലേക്ക് എത്തുന്നത്? നമ്മളാണത് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. അല്ലാഹുവിന് നമ്മുടെ സഹായം ആവശ്യമുണ്ടോ? ഒരിക്കലും ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞതുപോലെ, ആദമിന്റെ സന്തതികളെ അല്ലാഹു പറഞ്ഞതായി കാണാം. ആദമിന്റെ സന്തതികളെ, ഇന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും, നിങ്ങളിലെ ആദ്യത്തെയാളും അവസാനത്തെയാളും, നിങ്ങളിലെ ജിന്നുകളും മനുഷ്യരും, എല്ലാവരും എന്നെ സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ അവർക്ക് സഹായിക്കാൻ സാധിക്കില്ല. അള്ളാഹുവിന് ഒരിക്കലും സഹായത്തില്ല, ഉപദ്രവത്തില്ല. പിന്നെങ്ങനെയാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്നിവിടെ പറഞ്ഞത്? അതിന്റെ ഉദ്ദേശം ദഅവത്താണ്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ജിഹാദ് കൊണ്ട്, അതുപോലെ തന്നെ സംസാരം കൊണ്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് മറ്റ് ജനങ്ങളെ എത്തിക്കുക എന്നതാണ് ഈ ആയത്തുകളിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഹവാരികളോട് എന്താണ് പറഞ്ഞത്? മൻ അൻസാരി, وإذ قال عيسى ابن مريم للحواريين من أنصاري إلى الله. ഈസ ഇബ്നു മറിയം ഹവാരികളോട് പറഞ്ഞു,
ആരാണ് അള്ളാഹുവിനെ സഹായിക്കാനായി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് എന്നോടൊപ്പം ഉള്ളത്? അപ്പൊ ഈ കാര്യം വളരെ ഗൗരവമുള്ള വിഷയമാണ്. ദഅവ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു സ്റ്റേജ് കെട്ടി പരിപാടി വെക്കുന്നതിൽ മാത്രമല്ല ദഅവത്ത് ഒതുങ്ങുന്നത്. അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ നോട്ടീസുകൾ കൊടുക്കുന്നതിലോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്ന പ്രചാരണങ്ങളിലോ ദഅവത്ത് ഒതുങ്ങുന്നില്ല. അതല്ലെങ്കിൽ പരിപാടിയുടെ പോസ്റ്ററുകൾ ആളുകൾക്ക് വിതരണം ചെയ്യുന്നത് കൊണ്ട് ദഅവത്ത് ഒതുങ്ങുന്നില്ല. മറിച്ച് നമ്മുടെ നാവ് കൊണ്ട് ഇസ്ലാമിന് വേണ്ടി സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. ദഅവത്ത് ഏറ്റവും നല്ല ഇബാദത്തുകളിൽപ്പെട്ട ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറഞ്ഞതായി കാണാം, ലഅൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ അൻ തകൂന ലക ഹുംറുൻ നഅം. കുറേ ഒട്ടകക്കൂട്ടങ്ങൾ നിനക്ക് ഉണ്ടാകുന്നതിനേക്കാൾ, ചുവന്ന ഒട്ടകക്കൂട്ടങ്ങൾ അതുണ്ടാകുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ഒരാളെങ്കിലും നീ കാരണത്താൽ അള്ളാഹു ഹിദായത്തിലാക്കുന്നതാണ്. നമ്മൾ കാരണത്താൽ ഒരാൾ മുസ്ലിമാവും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി. അതിന് നിന്നെ കൊണ്ട് എങ്ങനെയൊക്കെ കഴിയുമോ അതൊക്കെ ഹലാലായ മാർഗമാണ് നീ പരിശ്രമിക്കും. ഒരാൾ നിന്നെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ കോടിക്കണക്കിന് മില്യൺ കണക്കിന് ഡോളറുകൾ നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ വന്നു ചേരുന്നതിനേക്കാൾ നിനക്ക് ഖൈർ എന്താണ്? നിന്നെ കൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് എത്തുന്നതാണ്. നീ കാരണത്താൽ, നിന്റെ സംസാരം കാരണത്താൽ, നിന്റെ സ്വഭാവം കാരണത്താൽ, നിന്റെ ചിലപ്പോൾ ഒരു ചിരി കാരണത്താൽ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പൊ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിൽ പലരെയും ദഅവത്തിന് പറഞ്ഞയച്ചു. അല്ലെ, അബൂ ദർ അൽ ഗിഫാരി, അതുപോലെ തന്നെ മുആദ് ഇബ്നു ജബൽ, അതുപോലെ തന്നെ സഹാബികളിൽ പലരെയും അബൂ സഈദ് അൽ ഖുദ്രി, ഇങ്ങനെ പല സഹാബികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്യനാടുകളിലേക്ക് ദഅവത്തിന് പറഞ്ഞയച്ചു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, യാ മുആദ് ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്. മുആദേ, നീ എത്തുന്നത്, നീ ചെല്ലുന്നത് അഹ്ലുൽ കിതാബുകാരുടെ അടുക്കലേക്കാണ്. ഫൽയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഷഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ അവരെ ആദ്യം ക്ഷണിക്കുന്ന കാര്യം എന്തായിരിക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കണം. ചില റിവായത്തുകൾ കാണാം ഫൽയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി അൻ യഅ്ബുദുല്ലാഹ വഹ്ദഹു വലാ യുശ്രികൂ ബിഹി ശൈഅ. അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവനിൽ ശിർക്ക് ചെയ്യാൻ പാടില്ല. ഇതിലേക്കായിരിക്കണം നീ അവരെ ക്ഷണിക്കേണ്ടത്. ഫഇൻഹും അതാഉ ലിദാലിക ഫഅലിംഹും അന്ന അല്ലാഹ അഫ്തറദ അലൈഹിം 5 സ്വലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല. അതവർ അംഗീകരിച്ചാൽ അവരോട് അടുത്ത കാര്യം പറഞ്ഞു കൊടുക്കുക. 5 നേരത്തെ നിസ്കാരമുണ്ട്, സ്വലാത്തുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന് പ്രോത്സാഹിപ്പിച്ച സന്ദർഭങ്ങൾ അനേകമാണ്. ദഅവത്ത് എന്നതിൽ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന കാര്യം ഉൾപ്പെടും. അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. എന്നാൽ അൽ അംറു ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകർ എന്ന ദഅവത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. പരിപൂർണമായും ദഅവത്ത് അതല്ല. ദഅവത്തിന് പല ഇനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇസ്ലാമിക ഭരണകൂടമുണ്ടെങ്കിൽ, വലിയുൽ അംർ ഉണ്ടെങ്കിൽ, ഖുവത്തുണ്ടെങ്കിൽ, അന്യനാടുകളിലേക്ക് പോയി യുദ്ധം ചെയ്ത് അവിടെയുള്ള ജനങ്ങളോട് ഒന്നല്ലെങ്കിൽ ഇസ്ലാം അല്ലെങ്കിൽ ജിസിയ, ഇപ്രകാരം പറയുന്നത് ദഅവത്താണ്. അതുകൊണ്ടൊരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. ഇന്ന് ചില മുഫക്കിറുകൾ, ചിന്തകന്മാർ പറയുന്ന പോലെ ഇസ്ലാം ഒരിക്കലും എന്താ പറയാ, ഇസ്ലാം സ്വീകരിക്കുന്നതിന് നിർബന്ധിച്ചിട്ടില്ല എന്ന് പറയുന്നു. ശരിയാണ്, ഒരാളുടെ കഴുത്തിന്റെ മേലെ വാള് വെച്ചിട്ട് പറയട ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇസ്ലാമിന്റെ നാട്ടിൽ ജീവിക്കണോ, ഇസ്ലാമിന്റെ രാജ്യത്താണോ നീ ജീവിക്കുന്നോ, ഒന്നല്ലെങ്കിൽ നീ ഇസ്ലാം സ്വീകരിക്കണം, അല്ലെങ്കിൽ നീ ജിസിയ കൊടുക്കണം. വെറുതെ ജീവിക്കാൻ പറ്റില്ല അവിടെ. അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ഇസ്സത്തുണ്ടോ, നിനക്ക് നാട്ടിൽ കൂടെ തോന്നിയ പോലെ നടക്കാൻ പറ്റുള്ളൂ. നീ റോഡിന്റെ സൈഡിൽ കൂടെ നടക്കാൻ പറ്റും. നിന്റെ തോന്നിയാസം ഒന്നും പുറത്തേക്ക് കാണിക്കാൻ പാടില്ല. അങ്ങനെ അവർക്കവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതെന്തിനു വേണ്ടിയായിരുന്നു? അതിന്റെ ഹിക്മത്ത് എന്തായിരുന്നു? ഒന്ന് ഇസ്ലാമിലേക്ക് വരണം എന്നുള്ളതാണ്. അപ്പോ
പല വഴികളുണ്ട് ഒരാളെ ഇസ്ലാമിലേക്ക് എത്തിക്കാൻ. കേവലം സംസാരം മാത്രമല്ല. ചിലപ്പോ എന്ത് ചെയ്യാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു അറാബി അയാൾ വന്നു. റസൂലുള്ളാഹി അയാൾക്ക് ആടുകളെ കൊടുത്തു. വീണ്ടും വീണ്ടും ആടുകളെ കൊടുത്തു. അപ്പൊ അയാള് ആകെ അത്ഭുതപ്പെട്ടു. അയാൾ തന്റെ നാട്ടിലേക്ക് ഓടിപ്പോയി. അയാൾ ഇപ്രകാരം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു: ജനങ്ങളെ മുസ്ലിങ്ങളാവുക, മുഹമ്മദ് ഇതാ ധാരാളം കൊടുക്കുന്നുണ്ട്. ആളുകൾക്ക് മുഹമ്മദ് പണം കൊടുക്കുന്നുണ്ട്, മുസ്ലിമാവും. അപ്പൊ ഒരാൾ ഇസ്ലാമിലേക്ക് എത്തിക്കാൻ അതുകൊണ്ട് കഴിയുമെങ്കിൽ, നിന്റെ ഒരു സഹായം കൊണ്ട് സാധിക്കുമെങ്കിൽ കൊടുക്കുക. അയാൾ ഇസ്ലാമിലേക്ക് എത്തട്ടെ, എന്നിട്ട് നീ ആൾക്ക് പറഞ്ഞു കൊടുക്കും. ചില ആളുകൾ പറയുന്ന പോലെ ഒരു സഹായം ചെയ്യാൻ പാടില്ല, നേരെ ഇസ്ലാമിനെ പറ്റുള്ളൂ, സ്വീകരിക്കാൻ സ്വീകരിച്ചാൽ മതി. അങ്ങനെ ഇസ്ലാമിലില്ല. സാധിക്കാവുന്ന ഹലാലായ എല്ലാ വഴിയും നിനക്ക് സ്വീകരിക്കാം. ഹലാലായ എന്തു മാർഗവും നിനക്ക് സ്വീകരിക്കാം. ഒരാൾ ഇസ്ലാമിലേക്ക് എത്താന്നുള്ള അതാണ് കാര്യം. കാരണം അയാൾ നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നത് മുസ്ലിമായി കഴിഞ്ഞാൽ. ചില്ലറ കാര്യമല്ല അത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് അയാളുടെ ഇഖ്ലാസ്. അയാൾക്ക് ചിലപ്പോൾ ഇസ്ലാമിൽ എത്തിയാൽ മുസ്ലിങ്ങളൊപ്പം നിസ്കരിക്കാൻ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ നന്നായേക്കും. ചിലപ്പോൾ അയാൾ ആദ്യം പൈസക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും മുസ്ലിം ആയിട്ടുണ്ടാവും. പിന്നെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ച് അവരുമായി ഇടപഴകി നിൽക്കും. പതുക്കെ പതുക്കെ അവര് ഇസ്ലാമിന്റെ കാര്യങ്ങളിലേക്ക്. എത്ര സഹാബികൾ അങ്ങനെ മുസ്ലിങ്ങളായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യഹൂദനായ ഒരു കുട്ടിയുടെ അടുക്കൽ ചെന്നു, രോഗിയായി കിടക്കുന്നു. അപ്പൊ രോഗിയെ സന്ദർശിക്കാൻ പോയ ചില ആൾക്കാർ അവിടെ രോഗിനോട് ഒന്നും പറയാൻ നിൽക്കരുത്, രോഗിനെ വെറുതെ തൊട്ടടി നേരെ തിരിച്ചു പോകാം, അവിടെ നമ്മൾ ഇസ്ലാമിനെ പറ്റി പറയരുത് എന്ന് ചില ആളുകൾ വിചാരിക്കും. നിങ്ങളുടെ അടുത്തുള്ള ആശുപത്രിയിൽ നിങ്ങൾ കയറിച്ചല്ലേ, അവിടെ കുറെ മനുഷ്യന്മാർ റബ്ബ് ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയാതെ ജീവിക്കുന്ന കുറെ പേരുണ്ട്. ഇസ്ലാം എന്താണെന്ന് ഇതുവരെ കേട്ടിട്ടില്ലാത്ത, അതല്ലെങ്കിൽ മരണത്തിന് ശേഷം എന്താ സംഭവിക്കാന്ന് ഇന്നുവരെ ചിന്തിക്കാത്ത മനുഷ്യന്മാരാണ് അവര്. അവരവിടെ ഇരിക്കണം. അവരുടെ മതം അവർക്ക് പറഞ്ഞു കൊടുത്ത്, ഒന്നല്ലെങ്കിൽ മോനെ നീ പട്ടിയായിട്ട് ജനിക്കും, അല്ലെങ്കിൽ കഴുതയെ ജനിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മതം പറഞ്ഞു കൊടുത്തുള്ള നിന്റെ പാപമൊക്കെ യേശു ക്രിസ്തു കുരിശിലേറിയിട്ട് കഴിച്ചിട്ടുണ്ട് എന്നാണ്. അവിടെയാണ് ഇസ്ലാമിന് പറഞ്ഞു കൊടുക്കാനുള്ളത്. നീ ഇസ്തിഗ്ഫാർ നടത്തില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, റസൂലുള്ളാഹിൽ വിശ്വസിക്ക്, നിനക്ക് സ്വർഗമുണ്ട്, സ്വർഗത്തിന്റെ അവസ്ഥ ഇന്നതാണ്, നീ വിശ്വസിച്ചില്ലെങ്കിൽ നരകത്തിലാണ് പോകാൻ കിടക്കുന്നത്. അപ്പൊ ഈ കാര്യം ഇസ്ലാമിക ദഅവ എന്നത് ഹലാലായ വഴികൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ തുടക്കത്തിൽ മക്കയിലായിരുന്ന സന്ദർഭത്തിൽ അവിടുത്തോട് അള്ളാഹുവിന്റെ കൽപ്പന വന്നു, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നിന്റെ അടുത്ത കുടുംബങ്ങളോട് നീ ദഅവ നടത്തുക. എങ്ങനെ കുടുംബത്തിൽ ദഅവത്ത് നടത്താം? നമ്മൾ കുടുംബത്തിൽ പോയി കഴിഞ്ഞാൽ പല ആളുകളുടെയും പ്രശ്നം എന്താണ്? കുടുംബത്തിലാണെങ്കിൽ അയാൾക്ക് അടിച്ചാൽ പൊട്ടാത്ത സ്വഭാവമാണ്. ഒരാളേറ്റവും മൈൻഡിയില്ല, കാരണം അവർക്കൊന്നും ദീനില്ല. അവരെ നീ വിളിച്ചു കൊണ്ടുപോവാ, നിന്റെ വീട്ടിൽ സദ്യ വെക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ നീ നിന്റെ വീട്ടിൽ സദ്യ വെക്ക്. നിനക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നീ സംസാരിച്ചു കൊടുക്ക്, ഇല്ല വേറെ ആരെങ്കിലും കൊണ്ട് വിളിച്ച് സംസാരിപ്പിക്കും. നിന്റെ കുടുംബക്കാരോട് നീ പറഞ്ഞു കൊടുക്ക്. വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നിന്റെ അടുത്ത കുടുംബക്കാരോട് നീ പറഞ്ഞു കൊടുക്കണം, അവർക്ക് താക്കീത് നൽകണം, നിന്റെ സ്വഭാവം നീ നന്നാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്ത് സ്വീകരിക്കപ്പെട്ടതിലെ വലിയൊരു കാരണം അള്ളാഹുവിന്റെ ഫضൽ കഴിഞ്ഞാൽ അവിടുത്തെ സ്വഭാവമായിരുന്നു. അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ആരംഭിച്ചതിന് അത് പറഞ്ഞുകൊണ്ടാണ്. ഒരു മലയുടെ മുകളിൽ കയറുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ ഈ മലയുടെ ഇപ്പുറത്ത് ഒരു സൈന്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ എന്നെ കളവാക്കുമോ? അതിന്റെ അർത്ഥം എന്താ? റസൂലുള്ളാഹിന്റെ സ്വഭാവം അത്ര ക്ലിയർ ആയിരുന്നു. അവിടുന്ന് കളവ് പറയില്ല എന്ന് ആൾക്കറിയാം. അവിടുന്ന് ഒരാളെ പറ്റിക്കാൻ നടക്കുന്ന ആളല്ല എന്ന് എല്ലാവർക്കും അറിയാം. ആ സ്വഭാവം കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദീന് ദഅവ നടത്തി തുടങ്ങുന്നത്. നമ്മൾ പലരുടെ അവസ്ഥ എന്താണ്? നമ്മുടെ സ്വഭാവമാണ് നമ്മുടെ ദഅവത്ത് തടയപ്പെടാനുള്ള ഒരു പ്രധാന കാരണം. പലരുടെയും കാര്യത്തിൽ, എല്ലാവരുടെയും കാര്യത്തിൽ എന്നല്ല. കാരണം പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ശൈത്താൻ നമ്മളെ ബുദ്ധിമുട്ടിക്കോളും. നമ്മുടെ അഖീദ ഉണ്ട്. അപ്പോ
നമ്മുടെ മനസ്സിൽ തന്നെ ന്യായമുണ്ട് അല്ലെ? ചില ആൾക്കാർ കുറച്ച് വിവരമൊക്കെ ഉള്ളവരാണെങ്കിൽ പറയും ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇബ്നു തൈമിയ്യ പറഞ്ഞത്? ഉബ്ബാദു ഫുസാഖു അഹ്ലി സുന്നത്തി ഖൈറു മിൻ ഉബ്ബാദി അഹ്ലിൽ ബിദ്അ. ബിദ്അത്തുകാരായ തെമ്മാടികളെക്കാൾ നല്ലത് അഹ്ലുസുന്നയിൽ, ബിദ്അത്തുകാരായ ഇബാദത്തിന്റെ ആളുകളെക്കാൾ നല്ലത് തെമ്മാടികളായ അഹ്ലുസുന്നയുടെ ആളുകളാണ്. അപ്പൊ നമ്മൾ അഹ്ലുസുന്നയാണ്. നമ്മുടെ സ്വഭാവം മാഷാ അല്ലാഹ് അത് വളരെ മോശമാണ്. ന്യായം എന്താണ്? നമ്മൾ അഹ്ലുസുന്നയാണ്. നമ്മുടെ സ്വഭാവം മോശമാണ്, അഖീദ നല്ലതാണ്. യാ അഖി ബാറക്കല്ലാഹു ഫീക്. നിന്റെ അഖീദ നല്ലതാണെങ്കിൽ നിന്റെ സ്വഭാവത്തിൽ കാണുന്നു. നിന്റെ അള്ളാഹുമായുള്ള ബന്ധശരീരം നിന്റെ സ്വഭാവത്തിൽ അത് കാണും. നിന്റെ സ്വഭാവത്തിൽ പ്രശ്നമുണ്ട്, അഖീദയിലാണ് പ്രശ്നമുള്ളത്. അതാണ് അതിന്റെ അസല്. അതുകൊണ്ടാണ് അഖീദത്തുൽ വാസിത്തിയ്യ എന്ന കിതാബിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയേണ്ട വിഷയം എന്താണ്? ശരിക്ക് അഖീദത്തുൽ വാസിത്തിയ്യ എന്ന് പേരെടുത്ത പുസ്തകത്തിലെ വിഷയം എന്തായിരിക്കും? അഖീദയായിരിക്കും. പക്ഷെ ആ പുസ്തകത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞത് അഖ്ലാഖിനെ കുറിച്ചാണ്, സ്വഭാവത്തെ കുറിച്ചാണ്. എന്തുകൊണ്ട്? സ്വഭാവം അഖീദയുമായി നല്ല ബന്ധമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്. നീ എങ്ങാനും പരുഷഹൃദയനായിരുന്നെങ്കിൽ ആൾക്കാർ നിന്റെ അടുത്ത് നിൽക്കില്ലായിരുന്നു, അവർ നിന്റെ അടുക്കൽ നിന്ന് അകന്നു പോകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവം നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട് അല്ലെ? ഒരിക്കലും ഒരു അറാബി വന്നിട്ട് മൂത്രമൊഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ അവർ പറഞ്ഞു നിർത്താൻ പറഞ്ഞു. ചൂടായി, കുറെ പേര് ഒച്ചട്ട്. അപ്പൊ ഇയാൾ പേടിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ തടഞ്ഞു. എന്നിട്ട് അയാളുടെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് അതെടുത്തൊഴിച്ചു. സഹാബികൾ ഒഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഇന്ന ഹാദിഹിൽ മസാജിദ് ലാ തസ്ലുഹു ലിശൈഇൻ മിൻ ഹാദാ. ഈ മസ്ജിദുകൾ അത് ഈ ജാതി പ്രവർത്തികൾക്കുള്ളതല്ല. അത് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലാനും ഖുർആൻ പാരായണത്തിനും നിസ്കാരത്തിനും വേണ്ടിയാണ്. അയാൾ പറഞ്ഞു, അല്ലാഹുമ്മ അർഹംനി വർഹം മുഹമ്മദ വലാ തർഹം മഅനാ അഹദ. അല്ലാഹു നീ എനിക്ക് റഹ്മത്ത് വരി, മുഹമ്മദിന് റഹ്മത്ത് വരി, വേറെ ഒരാൾക്ക് റഹ്മത്ത് വരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ഹജ്ജർത വാസിഅ. നീ അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്തിന് ഇടുക്കമുള്ളതാക്കിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് മാറിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം അതായിരുന്നു. നമ്മളായിരുന്നു ഇമാമെങ്കിലോ ആളെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും, ഇന്നയാൾ മൂത്രയിക്കുക. അത് നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. ദഅവത്തിന്റെ കാര്യത്തിൽ സബർ, ക്ഷമ എന്നത്, സംസാരത്തിലെ മയം എന്നത് വളരെ അനിവാര്യമായ കാര്യമാണ്. എന്നിട്ട് നമ്മൾ പലപ്പോഴും തന്നെ എന്ത് ചെയ്യും? ചൂടാവും, ദേഷ്യം പിടിച്ചിട്ട് അതിന്റെ ഇടയിൽ അയാളോട് പറയണ്ട ഞാൻ ദേഷ്യം പിടിക്കണം, നോക്കണ്ട ഞാൻ ദേഷ്യം. പക്ഷെ അയാളത് നോക്കൂല. എന്തായാലും അയാളതെന്തായാലും ശ്രദ്ധിക്കും. ആളുകൾ ചിലർ പറയാറുണ്ട്, ചില പുസ്തകമെഴുതിയ ആളുകൾ പറയുന്നത് കാണാം, നീ വളരെ ചീഞ്ഞളിഞ്ഞ ഒരു സാധനം അത് നല്ല ഒരു കവറിലാക്കി പൊതിഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഒരാളുടെ കയ്യിൽ വെച്ചാൽ ആ മനുഷ്യനത് വാങ്ങിക്കും. അയാൾ ചിലപ്പോൾ അതിന്റെ പുറം കവർ നോക്കിയിട്ട് അത് വാങ്ങിക്കും. ചിലപ്പോൾ അയാൾക്ക് കുറച്ചുകാലം കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് മനസ്സിലാവും. അയാൾ ആ പുറം കവർ അയാൾ നോക്കും. എന്നാൽ നീ കൊടുക്കുന്നത് നല്ല മധുരമുള്ള ഒരു മുട്ടായിയാണ്, പക്ഷെ നിന്റെ കൈ ചേറുള്ളതാണെങ്കിലും അയാളത് വാങ്ങിക്കില്ല. നീ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അഖീദ മനോഹരമായിട്ട് കാര്യമില്ല. നിന്റെ സ്വഭാവം ആൾക്കാർ എന്തായാലും നോക്കാൻ പോകുന്നത്. നിന്റെ വർത്തമാനം എങ്ങനെയാണെന്ന് ആളുകൾ ശ്രദ്ധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ദഅവത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട പല വിഷയങ്ങളുമുണ്ട്. നമ്മൾ കാലങ്ങളായി പാരമ്പര്യമായി പിന്തുടർന്നു വരുന്ന പല കാര്യങ്ങളുമുണ്ട്. ആ കാര്യങ്ങൾ ശരിയാക്കിയാൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് അല്ലാഹു നമുക്ക് വിജയം നിശ്ചയിക്കാതിരിക്കില്ല. പക്ഷേ ആ തടസ്സങ്ങൾ നീക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാണ്.
ദഅവത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ദഅവ എന്നത് മറ്റ് ഏതൊരു ഇബാദത്തുകളെ പോലെയും ഒരു ഇബാദത്താണ്. ദഅവ ഒരു ഇബാദത്താണ്. ഇബാദത്തിന് ഇബാദത്തിന് രണ്ട് ഷർത്തുകളുണ്ട്. ഏത് ഇബാദത്തിനും അപ്രകാരമാണ്. ഒന്ന് ഇഖ്ലാസ്, രണ്ട് ഇത്തിബാഉ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദഅവത്തിൽ വിജയം കൈവരിക്കാൻ ദഅവത്തിൽ വിജയം കൈവരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇഖ്ലാസ് എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഖുൽ ഇന്നമാ അദ്ഉ ഇലല്ലാഹ്. പറയുക അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ക്ഷണിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. നമ്മുടെ ദഅവ നമ്മളിലേക്കല്ല, കക്ഷികളിലേക്കോ സംഘടനകളിലേക്കോ ഏതെങ്കിലും ഷിആറുകളിലേക്കോ ഏതെങ്കിലും പ്രത്യേക അടയാളങ്ങളിലേക്കോ ഒന്നുമല്ല, പ്രത്യേക മുദ്രാവാക്യങ്ങളിലേക്കല്ല, അല്ലാഹുവിലേക്കാണ്. ദഅവത്തിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്നത് ആ ദഅവത്തിന് വിജയം ലഭിക്കാനുള്ള ഏറ്റവും വലിയ കാരണമാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിന്റെ പേര് പറയുകയാണെങ്കിൽ, ഇമാം മാലിക്കിന്റെ മുവത്ത എന്ന ഗ്രന്ഥം ഇമാം മാലിക്കിന്റെ. ശരി, മുവത്ത എന്ന് പേരുള്ള ഗ്രന്ഥം ഇമാം മാലിക് അല്ലാത്ത വേറെ ആരെങ്കിലും എഴുതിയ നിങ്ങൾക്കറിയാം? ആരെങ്കിലും പേര് ആരുടെയെങ്കിലും മുവത്ത ആരെങ്കിലും? ഇമാം മാലിക്കിന്റെ കാലഘട്ടത്തിൽ അനേകം പേര് മുവത്ത എഴുതിയിട്ടുണ്ട്. ധാരാളം പേര് മുവത്ത എഴുതിയിട്ടുണ്ട്. പലർക്കും മുവത്തകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പുസ്തകത്തിന്റെ പേരാണ്. അപ്പോൾ ചിലർ ഇമാം മാലിക്കിനോട് ചോദിച്ചു, ഇമാം, ഇവിടെ പലരും മുവത്ത എഴുതുന്നുണ്ട്, നിങ്ങളും ഒരു മുവത്ത രചിച്ചു. അവര് എഴുതാൻ കിതാബായിട്ട് പുറത്തിറക്കലല്ല, അവര് ഹദീസായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. അത് ശിഷ്യന്മാർ എഴുതിയെടുക്കും. അങ്ങനെയാണ് അവരുടെ കിതാബ് വരുന്നത്. അദ്ദേഹം പറഞ്ഞു, പലർക്കും ഇവിടെ മുവത്തകളുണ്ട്, നിങ്ങൾക്കും ഒരു മുവത്ത. എന്താണ് ഇതിന്റെ എല്ലാവർക്കും ഉള്ളതിന്റെ ഇടയിൽ നിങ്ങൾ എന്തിനാണ് ഒരു പുതിയ പുസ്തകം? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവിന് വേണ്ടി എഴുതപ്പെട്ടത് അത് ബാക്കിയാണ്, മറ്റേതില്ലാതെയാണ്. ഇഖ്ലാസ് ഉള്ള കിതാബ് എന്താകും? ബാക്കിയാണ്. ഇന്ന് നോക്കൂ, നമ്മൾ മുസ്ലിങ്ങൾ ഇത്ര പേരോട് കൂടിയിരിക്കും. നമ്മൾ എല്ലാവർക്കും മുവത്താന്ന് കേട്ടാൽ ഇമാം മാലിക്കിന്റെ പേരറിയും. അത് അദ്ദേഹത്തിന്റെ ഇഖ്ലാസാണ്, അതിന്റെ അടയാളമാണ്. അള്ളാഹുവിന് ഇഖ്ലാസ് ഉള്ള പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്, അത് ബാക്കിയാണ്. فأما الزبد فيذهب എന്നാൽ കച്ചറയായി കിടക്കുന്നത്, അള്ളാഹുവിനല്ലാത്തത്, പൊങ്ങുതടിയായി കിടക്കുന്നത്, വേസ്റ്റായ കാര്യങ്ങൾ, അത് നശിച്ചു പോകും. ഉദാഹരണത്തിന്, നിങ്ങൾ പലരോടും ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിം അതിനൊരു ഷർഹിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഇവിടെ എല്ലാവരും പറയുന്ന ഒരു പേരുണ്ടായിരുന്നു. അതേതായിരുന്നു? ആരുടെ കിതാബാണ്? ഇമാം നവവി. പക്ഷേ അത്ഭുതകരമായ കാര്യം, നവവി അല്ലാത്തവരും ഷർഹ് എഴുതിയിട്ടുണ്ട്. നവവി അല്ലാത്ത ചില ആളുകൾ എഴുതിയ ഷർഹാകട്ടെ ആളുകൾക്ക് വായിക്കാൻ വേണ്ടി എഴുതിയതാണ്. നവവിയുടെ ഷർഹ് ആളുകൾക്ക് വായിക്കാൻ വേണ്ടി എഴുതിയതല്ല, അത് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം എഴുതി വെച്ചാൽ.
സ്വന്തത്തിനു വേണ്ടിയിട്ട് അദ്ദേഹം എഴുതി വെച്ചതാണ് ഷർഹ് അൽ-മിൻഹാജ് എന്ന ഗ്രന്ഥം. ഇമാം അൻ-നവവി അദ്ദേഹം എഴുതിയത് സ്വന്തത്തിനു വേണ്ടിയാണ്, സ്വയം തന്നെ പഠിക്കാനും പഠിച്ച കാര്യം ഓർമ്മിക്കാനും വേണ്ടി. പക്ഷെ അദ്ദേഹത്തിന്റെ കിതാബ് ബാക്കിയായി. മുസ്ലിമിന് വേറെ ഷർഹുകളുണ്ട്. ചില ഷുറൂഹുകളാകട്ടെ ഇമാം നവവിയുടെ ഷർഹുകളെക്കാൾ ചില കാര്യങ്ങളിൽ മെച്ചപ്പെട്ട് നിൽക്കുന്നതാണ്. വൈജ്ഞാനികമായി ചില മേഖലകളിൽ ഇമാം നവവിയുടെ ഷർഹിനേക്കാൾ അത് മുൻപിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം ആമത്തിന്റെ വായിക്കാത്ത ആളുകൾ പോലും, നവവിയുടെ ഷർഹ് വായിക്കാത്തവരുടെ മനസ്സിൽ പോലും എന്തുണ്ട്? സ്വഹീഹ് മുസ്ലിം എന്നൊരു ഷർഹുണ്ടോ, അത് നവവി. അതിന് ഇഖ്ലാസിന്റെ അടയാളം. അതേപോലെ തന്നെ അൽ ബുഖാരി, സഹീഹ് അൽ ബുഖാരി, അതാണ് കിതാബ് ഫത്ഹുൽ ബാരി. ഇമാം ഷൗക്കാനി അദ്ദേഹത്തോട് ചില ആളുകൾ പറഞ്ഞു, ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ സഹീഹുൽ ബുഖാരിക്ക് ഒരു ഷർഹ് എഴുതണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്. ഫത്ഹുൽ ബാരി കഴിഞ്ഞാൽ പിന്നൊരു ഹിജ്റയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. ഫത്ഹ് മക്കയ്ക്ക് ശേഷം പിന്നെ ഇനി ഹിജ്റ ഇല്ല എന്നൊരു ഹദീസുണ്ട്. ആ ഹദീസാണ് അദ്ദേഹം പറഞ്ഞു, ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്. ഫത്ഹുൽ ബാരി കഴിഞ്ഞാൽ ഇനി ഒരു കിതാബേനില്ല. എന്നാൽ ഫത്ഹുൽ ബാരി എഴുതിയ അതേ കാലഘട്ടത്തിൽ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരി എഴുതിയ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സമകാലികനായ ബദ്റുദ്ദീനുൽ ആയിനി അൽ ഹനഫി അദ്ദേഹം മറ്റൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേര് ഉംദത്തുൽ ഖാരി. ഉംദത്തുൽ ഖാരി ഉംദത്തുൽ ഖാരി ബദ്റുദ്ദീൻ ഐനി എഴുതുന്ന സമയത്ത് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് ഇബ്നു ഹജർ എന്തൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടോ അതൊക്കെ അദ്ദേഹം പുസ്തകത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇബ്നു ഹജർ വിട്ടുകളയാൻ ശ്രമിച്ച, ചിലപ്പോൾ ഇബ്നു ഹജർ അത് ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് വിട്ട പല കാര്യങ്ങൾ അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ബദ്റുദ്ദീൻ ഐനിയുടെ കിതാബുള്ളത്. പക്ഷേ എന്താ പറയുക, വായിക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, പുസ്തകത്തിന്റെ പേര് മറന്നു. അതല്ലെങ്കിൽ പലർക്കും ബദ്റുദ്ദീൻ ഐനിക്കൊരു ഷർഹുണ്ട് തന്നെ അറിയും. അങ്ങനെ ഒരാളെ പറ്റിയൊന്നും കേൾക്കുന്നില്ല. ഇത് ഇഖ്ലാസിന്റെ അടയാളമാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇതെവിടെയാണ് വഫാത്തായത്? ജയിലിലാണ് വഫാത്തായത്. പക്ഷെ അദ്ദേഹത്തിന്റെ ദഅവ ഇന്നും അത് ഉയർന്നു നിൽക്കുന്നു, വിജയിച്ചു നിൽക്കുന്നു. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പലരുടെയും മനസ്സിൽ അൽഹംദുലില്ലാഹ് സമാധാനം. കാരണം ഷെയ്ഖുൽ ഇസ്ലാമിന്റെ വാക്കിന് അല്ലാഹു പിന്നീട് അദ്ദേഹത്തിന്റെ നാവിന് അല്ലാഹു സത്യസന്ധത നിശ്ചയിച്ചു. നോക്കൂ നിങ്ങൾ, ഇത് ഇഖ്ലാസിന്റെ അടയാളമാണ്. ഇവിടുത്തെ നീ വഫാത്താകുന്ന ജയിലിലാണ്. നമ്മൾ പലരും വഫാത്താകുമ്പോൾ ഇരിക്കാറുള്ളത് വലിയ വലിയ കസേരകളിലാണ്. പക്ഷെ എവിടെ നമ്മുടെ ദഅവത്ത് ബാക്കിയാകുന്നു? നമ്മുടെ ദഅവത്തിന്റെ ഫലം എവിടെ നിൽക്കുന്നു? ഇഖ്ലാസും അതില്ലാത്തതും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇഖ്ലാസ് ഉണ്ടോ നിനക്ക് ദുനിയ മാറ്റിമറിക്കാൻ പറ്റും. എന്റെ അടുക്കൽ നിന്റെ ദഅവത്ത് ഇഖ്ലാസ് ഇല്ലാത്തതാണോ, അതിന് എത്രമാത്രം അതിന്റെ പിന്നിൽ വലിയ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല, നിനക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കില്ല. ഇഖ്ലാസ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, അവന്റെ ദഅവത്തിൽ വന്നു കഴിഞ്ഞാൽ അത് അവനിൽ മാറ്റം ഉണ്ടാക്കാൻ തുടങ്ങും. പിന്നെ അവന് മടി നാണമൊന്നും ഉണ്ടാവില്ല. കാര്യം പറയുന്നതിന്, ഹഖ് പറയുന്നതിന് ലജ്ജിക്കില്ല. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കേൾക്കുന്നു അല്ലെ? അവിടുന്ന് എങ്ങനെയാണ് ദഅവത്ത് നടത്തിയിരുന്നത്? അങ്ങാടിയിൽ പോയി നിൽക്കും, ഒരു ഉയരമുള്ള സ്ഥലത്ത് കയറി നിന്ന് വിളിച്ചു പറയും, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ഹേ ജനങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, നിങ്ങൾ വിജയിക്കും. ആരാണ് വിളിച്ചു പറയുന്നത്? അനാഥനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാണെങ്കിൽ എന്താ പറയാ, നമ്മൾ പലരും മനസ്സിൽ വിചാരിക്കുന്ന എന്താണ്, ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ഞാൻ സംസാരിച്ചാൽ ഇപ്പൊ എന്താ ആൾക്കാർ വിചാരിക്കുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടി ദുൽമജാദിലെ ചന്തയിൽ കയറി ഇപ്രകാരം പറയുമായിരുന്നു എന്നാണ് ചില റിവായത്തിൽ കാണാം. അവിടുന്ന് അങ്ങനെ പറയണ്ടാവും. ബാക്കിൽ ഒരാൾ നിന്നിട്ട് പറയുന്നുണ്ടാവും, ഇവൻ കള്ളനാണ് അബൂ ജഹൽ അല്ലെങ്കിൽ അബൂ ലഹബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുക്കിലേക്ക് തിരിഞ്ഞു നോക്കാറില്ലായിരുന്നു. ചില സഹാബികളുടെ ആദ്യത്തെ കാഴ്ച അതാണ്. റസൂലുള്ളാഹിനെ കണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരാദ്യമായി കണ്ട കാഴ്ച ഇതാണ്. ഒരു ചന്തയിൽ ഒരാൾ വേദത്തിൽ നിന്നിട്ട് വിളിച്ചു പറയും. ഇതായിരുന്നു ഇസ്ലാമിക ദഅവ. മുഖ്ബിൽ ഇബ്നു ഹാദി അൽ-വാദിഇ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹം നാട്ടിൽ നടക്കുന്ന കല്യാണ സദസ്സിലേക്ക് കയറിച്ചത് ആണും പെണ്ണൊക്കെ കൂടിക്കാൻ നിൽക്കുന്നു. കല്യാണ സദസ്സിലേക്ക് കയറി ചെന്ന് ഒച്ചത്തിൽ അദ്ദേഹം വിളിച്ചു പറയുമായിരുന്നു, അൽ-ഇഖ്തിലാത്തു ഹറാം, അൽ-ഇഖ്തിലാത്തു ഹറാം. ആണും പെണ്ണും കൂടിക്കാൻ ഹറാമാണ്, മാറിക്കാൻ. ഇതായിരുന്നു അവരുടെ ദഅവ. നമ്മളിന്ന് സാഹചര്യങ്ങളും സന്ദർഭവും ഉപയോഗിക്കേണ്ട വാക്കുകളും ഒക്കെ ആദ്യം തന്നെ പഠിച്ചു വെച്ച് കുറെ ആലോചിച്ച് അതൊക്കെ ഫാക്റ്റാണെന്ന് നോക്കി ആണ് പലരും ദഅവ നടത്തുന്നത്. നാണം കെടാനും നേരത്തെ എല്ലാ വകുപ്പും ഉണ്ടാവണം. ബാറക്കല്ലാഹു ഫീക്കും. നമ്മുടെ ദഅവ ഇഖ്ലാസ് ഉള്ളതായിരിക്കും. അള്ളാഹുവിന്റെ കാര്യത്തിൽ ഒരാളെയും ബാധിക്കാത്ത ദഅവത്തായിരിക്കും. അള്ളാഹുവിന്റെ കാര്യത്തിൽ ഒരു കാര്യത്തെയും പേടിക്കാത്ത, തുറന്നു സംസാരിക്കാൻ ധൈര്യമുള്ളവരായി നമ്മൾ മാറും. അതിന് ആരെതിർക്കട്ടെ, നാട്ടുകാരെ എതിർത്താലും ഭരണകൂടം എതിർത്താലും. ഭരണകൂടം എതിർത്തോടെ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഭൂമി വിശാലാണ്, ഇതിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന നാട്ടിലേക്ക് പോകും. അതിനാണ് ഇസ്ലാം എന്ന്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മാത്രമല്ല. ഹസൻ അൽ ബസ്രി അദ്ദേഹം പറഞ്ഞത്, ലൈസൽ ഈമാനു ബിത്തമന്നി വലാ ബിത്തഹല്ലി. ഈമാൻ എന്ന് പറഞ്ഞാൽ കുറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമല്ല, വലകിന്നഹു മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹു അൽ അമൽ. മറിച്ച് അത് ഹൃദയത്തിൽ അടിയുറച്ച പ്രവർത്തനത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ദഅവക്ക് ഫലം കാണണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം നമ്മുടെ നിയ്യത്ത് ശരിയാക്കണം. നമ്മളിലേക്ക് ആളുകൾ നോക്കുക എന്നുള്ളതല്ല ദഅവത്തിന്റെ അടിസ്ഥാനം. ഞാൻ പരിഗണിക്കപ്പെടണം, ഞാൻ ശ്രദ്ധിക്കപ്പെടണം, ഞാൻ എല്ലായിടത്തും ഇരിക്കുന്നുണ്ടെങ്കിൽ മെയിൻ സ്ഥലത്ത് തന്നെ ഇരിക്കണം. ഇതല്ല ദഅവത്തിന്റെ ലക്ഷ്യം. അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാണ്. അവനല്ലാതെ എന്തൊക്കെ അവിടെ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ അതുകൊണ്ടൊന്നും ഇല്ലാതെയാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് നൽകപ്പെടുക എന്ന അവസ്ഥ നാട്ടിലുണ്ട്. അള്ളാഹുവിന്റെ ഹുജ്ജത്ത്, അവന്റെ തെളിവ് നമ്മളോട് സ്ഥാപിക്കണം. അല്ലെ, അമ്പിയാക്കളെ പറഞ്ഞയച്ചതിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ റസൂലൻ മുബശ്ശിരീന വമുൻദിരീന ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ. താക്കീത് നൽകുന്നവരായി, സന്തോഷവാർത്ത അറിയിക്കുന്നവരായി അള്ളാഹു റസൂലുകളെ പറഞ്ഞയച്ചത് എന്തിനാണ്? ജനങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ തെളിവ് സ്ഥാപിക്കാനാണ്. നമ്മൾ ആ പണിയാണ് ഏറ്റെടുക്കേണ്ടത്. നമ്മുടെ ദഅവ കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ഒരു ഉദ്റു പറയാൻ ഒരാൾക്ക് അവസരം ഉണ്ടാവില്ല. അവന്റെ ദീൻ നമ്മൾ എത്തിച്ചു കൊടുത്തിരിക്കണം. ഇസ്ലാമും കുഫ്റും വേറെ തന്നെയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകണം. അള്ളാഹുവിന്റെ കലിമത്തയോടെ ഉന്നതമാക്കപ്പെടാൻ അനുവാദമുള്ളൂ, അർഹതയുള്ളൂ എന്ന കാര്യം ജനങ്ങൾക്ക് മനസ്സിലാവണം. ഇതിനായിരിക്കണം ദഅവത്ത്. നമ്മുടെ ആൾക്കൂട്ടത്തെ വലുതാക്കാനോ നമ്മുടെ എണ്ണപ്പെരുപ്പം കാട്ടി നേട്ടങ്ങൾ കൊയ്യാനോ അതല്ലെങ്കിൽ മുതലെടുപ്പുകൾ നടത്താനോ ഇതിനൊന്നും അവരുടെ ദഅവത്ത് ഒരു കാരണവശാലും. നാട്ടിലെ നേതാവാകാനോ ഇതുണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ പലരുടെയും ഇഖ്ലാസിലെ പ്രശ്നമാണ് നമ്മുടെ ദഅവ ഫലിക്കാത്തതിനുള്ള കാരണം. അതല്ലേ നോക്കൂ, മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ എന്തുണ്ട്, ആളുകൾക്ക് സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്.
പക്ഷെ മുൻപുണ്ടായിരുന്നതിന്റെ പകുതി പോലും ഫലം കാണുന്നില്ല. പണ്ടുള്ള ആളുകൾ റജബ് ഇബ്നു ഹംബലി അദ്ദേഹം പറഞ്ഞതുപോലെ കലാമു സലഫി ഖലീൽ കസീറുൽ ബറക, സലഫുകളുടെ വാക്ക് വളരെ കുറച്ചായിരുന്നു, പക്ഷെ വലിയ ബറക്കത്ത് ഉണ്ടാക്കിയിരുന്നു. വലിയ ആളുകൾ അതിൽ മാറ്റണ്ടായിരുന്നു. കലാമുൽ ഖലഫി കസീർ ഖലീലുൽ ബറക. എന്നാൽ പിൽക്കാലക്കാരുടെ സംസാരം അധികമുണ്ട്, ബറക്കത്ത് വളരെ കുറച്ചാണ്. അതിനൊന്നാമത്തെ കാര്യം ഇഖ്ലാസാണ്. നമ്മൾ ഈ ഇരിക്കുന്ന കുറച്ചാൾക്കാർ നമ്മൾ ഇഖ്ലാസ് ഉള്ളവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ നാട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിമറിക്കാൻ പറ്റും. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, നമ്മുടെ പ്രവൃത്തിയിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, നമ്മളിലേക്കുള്ള ദഅവ നമ്മൾ നിർത്തിവെച്ചാൽ നമ്മുടെ ദഅവ ശരിക്കും അല്ലാഹുവിലേക്കായ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ മറ്റാരും. ചില ആളുകൾ ഹക്ക് പറയും, പക്ഷേ ഹക്ക് പറയുന്ന സന്ദർഭത്തിൽ അവരുടെ ഉദ്ദേശം എന്താണ്? ഞാൻ ഹക്ക് പറയുന്നവനാണെന്ന് ആൾക്കാർ പറയണമെന്നാണ്. ഞാൻ ഹക്കിന്റെ മാർഗത്തിൽ ഒരാളെ പേടിക്കാത്തവനാണെന്ന് ആളുകൾ മനസ്സിലാക്കണമെന്നാണ്. ഹക്ക് പറയുക എന്നത് മാത്രം കൊണ്ട് ഇഖ്ലാസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഹക്ക് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഇഖ്ലാസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇഖ്ലാസ് വേറെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ പ്രയാസമുള്ള, ശരിയാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദഅവയുടെ കാര്യത്തിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട വിഷയം നിയ്യത്താണ്. അല്ലാഹുവിന് വേണ്ടിയായിരിക്കുക നമ്മുടെ ദഅവ. രണ്ടാമത്തെ കാര്യം ഇത്തിബാഉസ് സുന്നah. ദഅവത്തിൽ ഏറ്റവും നസീഹത്ത് നിറഞ്ഞു നിൽക്കുന്ന, ഏറ്റവും ഹിക്മത്ത് നിറഞ്ഞു നിൽക്കുന്ന, ഏറ്റവും യുക്തിയുള്ള ദഅവത്ത് ആരുടേതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്താണ്. മറ്റൊരാളുടെയും ദഅവത്തല്ല. അവിടുന്ന് എങ്ങനെ ദഅവത്ത് നടത്തി അതിലാണ് ഖൈറുള്ളത്. അതിൽ ഖൈറില്ല എന്ന് നിനക്ക് തോന്നിയാൽ, നിനക്കതിൽ നന്മയില്ല എന്ന് തോന്നിയാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയായി കണ്ടതെന്തോ അതാണ് നന്മ. നിന്റെ ബുദ്ധിയോ അല്ലെങ്കിൽ ഇന്ന് പറയാറുള്ള പോലെ ആൾക്കാർ കൊണ്ടുവരുള്ള, ഇവിടെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് ആൾക്കാർ ഗവേഷണം നടത്തി കണ്ടുപിടിച്ച സ്റ്റാറ്റിക്സ് ആണ്. അതിലിങ്ങനെയാണ് പറയുന്നത്, ഇത്ര ആൾക്കാരോട് അങ്ങനെ പെരുമാറിയാൽ ഇങ്ങനെ മാറ്റം ഉണ്ടാവും. ഈ ജാതി കണക്കുകളൊക്കെ പലതും എന്താണ്? ബാത്തിലാണ്, ഓരോ അസുഖമില്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ ആളുകളുടെ കഥ എന്താണ്? അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വളരെ അവർക്ക് തൃപ്തികരമാവും. ദഅവത്തിൽ ഏറ്റവും നല്ല മാർഗം വരുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയാണ്. ഇതുവരെ നമ്മൾ പറയും, പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴി എന്താണ്? അത് പഠിക്കണം എന്നാണ്. നമ്മുടെ ദഅവ ഫലിക്കാതിരിക്കാനുള്ള രണ്ട് കാരണങ്ങളിൽ ഈ രണ്ട് കാരണവും പ്രധാനപ്പെട്ട. ഒന്ന് ഇഖ്ലാസ് ഇല്ലായ്മ, രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയാണ് പിൻപറ്റേണ്ടത് എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ എന്താണ് വഴി? അത് എത്ര പേര് പഠിച്ചിട്ടുണ്ട്? എത്ര പേര് വായിച്ചിട്ടുണ്ട്? എത്ര പേര് അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? ഓരോ മൗഖൂഫിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലപാട് എന്തായിരുന്നു? ഇത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. ദഅവത്തിനിറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ദഅവത്ത് നടത്തിയത് എന്ന് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വായിക്കുക തന്നെ വേണം, പഠിക്കുക തന്നെ വേണം. ഈ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേര് ഏറ്റവും കുറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സീറയെങ്കിലും കൈ വെക്കണമെന്നില്ല, കുറച്ച് സ്വയം ചോദിക്കാൻ പറയും. നമ്മുടെ കൂട്ടത്തിൽ എത്ര പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചത് നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? മലയാളത്തിൽ നമ്മൾ സ്വയം ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനനം മുതൽ അവിടുത്തെ വഫാത്ത് വരെ വായിച്ചാണ് നമ്മൾ എത്ര പേര്? ഇതൊന്നും വായിക്കാതെ, ഇത് നമ്മൾ വായിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ നമുക്ക് മനസ്സിലാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് എങ്ങനെയായിരുന്നു എന്ന്? അവിടുന്ന് ഇവിടുന്ന് കേട്ട 2-3 കഥകളും. അതുകൊണ്ടാണ് നമ്മൾ ദഅവത്തിന് ഇറങ്ങാൻ പോകുന്നത്. ശരിയായ രൂപം എങ്ങനെയെന്ന് പഠിക്കേണ്ടത് ആദ്യം പഠിക്കണം. എങ്ങനെ ദഅവ നടത്തണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് സംസാരിച്ചത്, എങ്ങനെയാണ് അവിടുന്ന് ഓരോ സന്ദർഭത്തിലും പ്രതികരിച്ചത്. അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. അത് പറയുമ്പോഴാണ് ആൾക്കാർക്ക് പറ്റാതെ. എല്ലാം പഠിച്ചിട്ട് ദഅവത്ത് നടത്തണം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ പോയി ഏറ്റവും കുറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, മൊത്തത്തിൽ അവിടുത്തെ സുന്നത്തുകളെ കുറിച്ച് ഒരു പൊതുധാരണയെങ്കിലും നമുക്ക് വേണം. ഓരോ സന്ദർഭത്തിലും അവിടുത്തെ സ്വഭാവം എങ്ങനെയായിരുന്നു, അവിടുത്തെ പെരുമാറ്റം എങ്ങനെയായിരുന്നു,
ഇത് പഠിക്കൽ ആവശ്യമാണ്. അത് ഒരു ദാഇയെ വേറിട്ട് നിർത്തുന്ന, ഒരു ദഅവത്തിന്റെ ആളെ വേറിട്ട് നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. അതല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഹക്കിനെ ബാത്തിലിന്റെ രൂപത്തിൽ അവതരിപ്പിക്കും, ബാത്തിലിനെ ഹക്കിന്റെ രൂപത്തിൽ അവതരിപ്പിക്കും. ഉദാഹരണത്തിന് ചില ആളുകൾ ദഅവത്തിന്റെ സന്ദർഭത്തിൽ അവർ ഹിന്ദുക്കളെ, നസ്രാനികളെ, യഹൂദന്മാരെ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയും നമ്മുടെ സഹോദരന്മാരായ അയ്യപ്പ ഭക്തന്മാർ എന്ന് പറയും. അല്ലെങ്കിൽ എന്റെ ഹൈന്ദവ സഹോദരങ്ങളെ. എങ്ങനെയാണ് ഇവൻ അവന് സഹോദരനാവാ? ഒരു സഹോദരി ബന്ധമില്ല, കുടുംബ ബന്ധമില്ല, ദീനി ബന്ധമില്ല. നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു, നിങ്ങളെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഇത് തെറ്റായ പ്രയോഗമാണ്. പ്രശ്ന പറയുന്നു. ഒരാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പ്രയോഗം ഏറ്റവും കുറഞ്ഞത് അയാൾ ഇങ്ങനെ പ്രയോഗിക്കും. അയാൾ പറയും ഹിന്ദുക്കളാണെങ്കിൽ അയാൾ അഭിസംബോധന ചെയ്യുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ ഹിദായത്ത് ഇഷ്ടപ്പെടും. അത് അനുവദനീയമായ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും അബൂജഹലിനെ പോയിട്ട് യാ അഖീന്ന് വിളിച്ചിട്ടുണ്ടോ? അല്ലെ അബൂ ലഹബിനെ പോയിട്ട് സഹോദരന്ന് വിളിച്ചിട്ടുണ്ട്? ഒരിക്കലും വിളിച്ചിട്ട്. അബൂ താലിബിനെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടില്ല. അപ്പോൾ ഏറ്റവും നസീഹത്തുള്ള വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. ആ വഴി എന്താണ് എന്ന് നമ്മൾ പഠിക്കേണ്ടത് അവിടുത്തെ സുന്നത്തിൽ നിന്ന് തന്നെയാണ്. അതൊരാൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? നസീഹത്താണെന്ന് വിചാരിച്ച അവൻ ചിലപ്പോ സ്വീകരിക്കുന്ന മാർഗം അവന്റെ ദീനിന്റെ അസ്ലിനെ തന്നെ തകർത്ത് കളയുന്നതായിരിക്കും. അപ്പൊ ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തിബാഉ അസ്സുന്ന എന്നത് ദഅവത്തുമായി ബന്ധപ്പെട്ട് ചില നുഖാത്തുകൾ, ചില പോയിന്റുകൾ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഇസ്ലാമിക ദഅവ അതിൽ നമ്മൾ പാലിച്ചിരിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം വുദൂഹ് ഉണ്ടാവുക എന്നുള്ളതാണ്. ദഅവത്തിൽ വ്യക്തത ഉണ്ടാവും. പറയുന്ന കാര്യം വ്യക്തമായിരിക്കണം. അവ്യക്തമാക്കിയിട്ടല്ല കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സല്ലയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഷഹാദത്തി അല്ലാ ഇലാഹ. നീ അവരെ വിളിക്കേണ്ടത്, ആദ്യം വിളിക്കേണ്ടത് എന്ത് കാര്യത്തിലേക്കാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. അമ്പിയാക്കന്മാരുടെ ചരിത്രം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവരൊക്കെ പറഞ്ഞ വാക്കെന്താണ്? യാ ഖൗമി അഅ്ബുദുല്ലാഹ്, സമൂഹമേ നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യും. എന്താ പറയാ, ആമുഖങ്ങളുടെ ആധിക്യമില്ല. മുഖദ്ദിമാത്തുകൾ കുറെ ആമുഖം പറഞ്ഞിട്ടാണോ? ചില ആൾക്കാർ എങ്ങാനും ഹൈന്ദവരോടോ നസ്രാനികളോടോ പ്രസംഗിക്കുകയാണെങ്കിൽ അവർ 3/4 മണിക്കൂർ അള്ളണ്ട് സ്ഥാപിക്കാനേ. അമ്പിയാക്കന്മാർ അങ്ങനെ ചെയ്തതായിട്ട് ഖുർആനിൽ കാണുന്നുണ്ടോ? അവരെന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ وَلَقَدْ بَعَثْنَا فِي كُلِّ أُمَّةٍ رَسُولًا أَنِ اعْبُدُوا اللَّهَ. അള്ളാഹ്ക്ക് ഇബാദത്ത് എന്ന് പറഞ്ഞവർ തുടങ്ങിയത് ഒന്നാമത്തെ വാജിബ് അതാണ്. അള്ളാഹ് എന്തെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കുറെ സമയം ചെലവഴിക്കും. ഈ വ്യക്തതയില്ലായ്മക്ക് നമ്മൾ നിന്നുകൊടുക്കരുത്. ഇസ്ലാമിന്റെ ദഅവത്ത് വ്യക്തമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഫാറുകളുടെ ഭരണാധികാരികൾ ഇസ്രക്കും കൈസറിനും ഒക്കെ കത്തെഴുതിയപ്പോൾ പുല്ല് നീണ്ടു വലിച്ചെഴുതി കത്ത ഇല്ല. നേരെ പറഞ്ഞു അസ്ലിം തസ്ലം, നീ മുസ്ലിമായി നിനക്ക് രക്ഷപ്പെടാം. കാര്യം വളരെ വ്യക്തമാണ്. പല ആളുകൾ ഇസ്ലാമിനെ പറ്റി കുറെ പറയും, എന്നിട്ട് അവസാനം ഒരു ഒറ്റ വരിയിൽ വയ്ക്കും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നരകം കിട്ടും. അത് ആൾക്ക് വ്യക്തമാവില്ല. സാധാരണക്കാർ ചിലപ്പോൾ വിചാരിക്കേണ്ടതാണ് സൃഷ്ടിച്ചവനായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടുമെന്നാണ്. വ്യക്തത ഉണ്ടായിരിക്കണം നമ്മുടെ ദഅവത്തിന്. ഇസ്ലാം ഇതാണ്. ഇത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നരകം കിട്ടും. ഇത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവന് ലഭിക്കാനിരിക്കുന്നത് നരകമാണ്. അതിന് അനേകം സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.
അപ്പൊ ഈ വ്യക്തത ഒഴിവാക്കുക എന്നത് ചില ആളുകൾ പറഞ്ഞതുപോലെ അത് അവരുടെ അടുക്കലുള്ള അപമാനം അവരുടെ അടുത്തുണ്ടെന്ന് അവരെന്നെ തോന്നിപ്പിക്കാം. നമ്മൾ പറയുന്ന കാര്യം പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ കൊള്ളുന്ന കാര്യമല്ല, നമ്മളെ മനസ്സിൽ തന്നെ തോന്നിക്കഴിഞ്ഞാലാണ് ഈ അവ്യക്തത വരുന്നത്. സ്വയം തന്നെ ദുല്ലുണ്ടാക്കുകയാണ്, അപമാനം ഉണ്ടാക്കുകയാണ്. അതിന്റെ ആവശ്യം നമുക്ക് ഒരാളോട് നീ സംസാരിക്കുന്ന, നീ പേടിക്കുന്ന, നീ ഇസ്ലാമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഏറ്റവും സഹീഹായ ദീനാണിത്. ഈ ദീനിൽ ഇനി ഒന്നും കൂട്ടിക്കലർത്താനില്ല. ഇതൊരിക്കലും ശബ്ദിയിൽ കടന്നുകൂടാത്ത ദീനാണ്, മാറ്റത്തിരുത്തലില്ലാത്ത ദീനാണ്. നീ ഏറ്റവും ശരിയായ കാര്യമാണ് പറയാൻ പോണത്. നീ എന്തിനു പേടിക്കുന്നത്? ഏറ്റവും വലിയ സത്യത്തിനൊപ്പം നീ നിൽക്കുന്നത്. അവ്യക്തത നീ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതെന്താണ്? നീ പറയുന്ന കാര്യത്തിൽ നിനക്ക് തന്നെ അപമാനം തോന്നുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ്. ഇപ്പോ ചില ആളുകൾ ദഅവ നടത്തുമ്പോൾ അവർ പറയും ഞങ്ങള് നല്ല സ്വഭാവം കാണിക്കുക എന്ന് പറഞ്ഞ് അമിതമായ വിനയം കാണിക്കും. വല്ലാതെ വിനയം കാണിച്ചാൽ വിനയം കാണിച്ച് ചിലപ്പോൾ അയാൾ പറയാൻ പച്ച ബാത്തിലേക്ക്, പക്ഷെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ അയാൾ പറഞ്ഞ ബാത്തിലായിരിക്കും. ബാത്തിലായ ബാത്തിൽ തന്നെ പറയണം, ഒരിക്കലത് ശരിയാന്ന് പറയാനൊക്കെ. നമുക്ക് ചോദിക്കാനുള്ള എന്താണ് അത് ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലയിടത്തും എന്താ പറയുക, വഖാലത്തിൽ യഹൂദ് യദുല്ലാഹി മഗ്ലൂല ഫഗുല്ലത് ഐദിഹിം വഗുല്ലത് ഐദിഹിം ബൽ യദാഹു മബ്സൂതതാൻ. യഹൂദന്മാർ അവർ പറഞ്ഞു അള്ളാഹുവിന്റെ കൈ ബന്ധിതമാണ്, അവരുടെ കൈ ബന്ധിക്കപ്പെടട്ടെ. ഇതാണ് ഖുർആന്റെ നോക്ക്. കാരണം പറയുന്ന ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും തെറ്റായ കാര്യങ്ങൾ അതുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കരുത്. തെറ്റിന് തെറ്റിന് തുറന്നു പറയണം. അതേപോലെ അനാവശ്യമായ ദുല്ല്, അനാവശ്യമായ വിനയം കുഫറിന്റെ മുന്നിൽ കാണിക്കേണ്ട ഒരു കാര്യമില്ല. കുഫറിന്റെ മുന്നിൽ അനാവശ്യമായ വിനയം കാണിക്കണം. നമ്മൾ നമ്മുടെ ഇജ്ജത്തിൽ തന്നെ നിലകൊള്ളണം. അതിന്റെ അർത്ഥം അയാളോട് പോയി ചൂടാണ്, തട്ടിക്കയറണമെന്നല്ല. അയാളോട് ഒരു സാധാ കാര്യം സംസാരിക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസിന്റെ കാര്യം, കച്ചവടത്തിന്റെ കാര്യം സംസാരിക്കുമ്പോൾ ഹിന്ദുക്കൾ വന്നു കഴിഞ്ഞാൽ വല്ലാതെ ഓർമ്മയും കാണിക്കും. അയാൾ പറയണം നിങ്ങൾ 100 രൂപ പറഞ്ഞ സാധനം അയാൾ പറയും 10 രൂപ കിട്ടണമെങ്കിൽ അങ്ങോട്ട് വിനയം കൊണ്ട് ആരെയും കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് പറ്റിയ പൈസയിലേ കൊടുക്കുള്ളൂ. പിന്നെ അവന്റെ കഷ്ടം വിട്ടു കൊടുക്കില്ല ഒരിക്കലും. അപ്പൊ ഇത് ദീനിന്റെ കാര്യത്തിൽ നമ്മൾ അനാവശ്യമായ വിനയം കാണിക്കരുത്. വിനയം അവരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറാം. സലഫ് പറഞ്ഞതുപോലെ മനസ്സിൽ, ഹൃദയത്തിൽ പല്ല് കടിച്ചു പിടിച്ച് ചിലപ്പോൾ ചില ആൾക്കാർ ചിരിക്കേണ്ടി വരും. ചിരിക്കണ എന്തിനു വേണ്ടിയിട്ടല്ല, അവനോട് ഇഷ്ടമുണ്ടായിട്ടല്ല, അവനൊന്ന് സ്വീകരിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് ഇമാം ഷാഫിയുടെ ചരിത്രത്തിൽ ഒരു സംഭവം കാണും. ഷാഫിയുടെ അടുക്കൽ ഒരിക്കലും ഒരാൾ വന്നു. ആമർ ഇബ്നു ശറഹ്ബീൽ അശ്ശഅബി, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ മുസ്ലിം ആയിക്കോളാം, പക്ഷേ എനിക്ക് കള്ളു കുടിക്കണം. കള്ളുകൂടി ഒഴിവാക്കണം. അദ്ദേഹം പറഞ്ഞു നീ മുസ്ലിം ആയിക്കോ, കള്ളുകൂടിയല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം, മുസ്ലിമാകും. അത് മുസ്ലിമായി. അപ്പൊ അദ്ദേഹം ഈ മനുഷ്യനെ അടുത്ത് വിളിച്ചിരുത്തിട്ട് പറഞ്ഞു ഇപ്പൊ നീ മുസ്ലിമാണ്, ഇനി നീ കള്ളു കുടിച്ചു കഴിഞ്ഞാല് നിനക്ക് 80 അടി. അപ്പൊ അയാൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു പോയിക്കോളാം. പക്ഷെ അയാൾ പറഞ്ഞു ഇനി തിരിച്ചു പോയതിനെ തല വെട്ടിക്കണം. ഇതാണ് ഹിക്മ. ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അപ്പൊ അധികം ചില സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇസ്ലാമിന്റെ ഇജ്ജത്ത് ഒരിക്കലും നഷ്ടപ്പെടുത്തിയ രൂപത്തിലുള്ള ഹിക്മത്ത് ചെയ്യരുത്, ഇജ്ജത്തിനെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഹിക്മത്ത് ചെയ്യരുത്. അതല്ലാത്ത ഹലാലായ എല്ലാ കാര്യവും നമുക്ക് ചെയ്യാം. ഷാബി ഒരിക്കലും കള്ളുകുടിക്കൽ അനുവദനീയെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് കള്ളുകൂടി, അതുകൊണ്ട് നീ ഇസ്ലാമിന് പുറത്തുമില്ല, നീ മുസ്ലിം ആകും. അതിനുശേഷം ബാക്കി കാര്യം പറഞ്ഞു കൊടുത്തു. മുസ്ലിം ആയി കഴിഞ്ഞാൽ പിന്നെ അവനെ സംബന്ധിച്ച് ഇസ്ലാമിക രാഷ്ട്രം തിരിച്ചുപോകൽ നടക്കില്ല. അപ്പൊ ഇതെന്താണ്, ഹിക്മത്തിൽപ്പെട്ടതാണ്, ദഅവത്തിന്റെ വഴികളിൽപ്പെട്ടതാണ്. അപ്പൊ ഒരാൾ ചിലപ്പോൾ കള്ളു കുടിക്കണം, കള്ളു കുടിച്ചിട്ട് ഇസ്ലാമിക് പറഞ്ഞ അയാൾ പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറയും, ബാക്കി ആൾക്ക് ഉപദേശിച്ചു കൊടുക്കും.
ബാക്കി അയാൾക്ക് നീ പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ ഈ കാര്യം അനാവശ്യമായ അപമാനം ഒരിക്കലും നമ്മുടെ ദഅവത്തിന്റെ സംസാരത്തിൽ കടന്നു വരാൻ പാടില്ല. നമ്മൾ പറയുന്ന ഹഖാണ്, സത്യമാണ്. ഈ സത്യമല്ലാതെ ഇവിടെ മറ്റൊന്നും പറയാൻ പാടില്ല. ഈ സത്യം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. മറ്റുള്ളവർ പറയുന്നത് ബാത്തിലാണ്. അപ്പൊ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ് ആദ്യം പറയേണ്ടത് എന്നത് പഠിക്കലാണ്. ആദ്യം എന്തോ ഓരോരുത്തരോട് സംസാരിക്കണം. അത് ഓരോരുത്തർക്കും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. തൗഹീദുള്ളവന് ചിലപ്പോൾ നിസ്കാരം ഉണ്ടാവും, അപ്പൊ നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. തൗഹീദേ ഇല്ലാത്തവനോട് പോയിട്ട് കള്ളു കുടിക്കണ്ടെന്നല്ല പറയേണ്ടത്, അവനോട് തൗഹീദാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ തുടങ്ങേണ്ടത് എവിടെ വെച്ചിട്ടാണ് എന്ന കാര്യം ഔലവിയാത്തുകൾ പഠിക്കൽ വളരെ പ്രധാനപ്പെട്ട വിജ്ഞാനമാണ്. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറഞ്ഞത് മുആദ് റളിയല്ലാഹു ഫൽയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഷഹാദത ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യം വിളിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞു ഫഇൻഹും അതാഉ ലിദാലിക്. അറബിയിൽ എന്തിനാ ഉപയോഗിക്കാൻ? അപ്പോൾ എന്ന് പറയാം. അവരത് അംഗീകരിച്ചാൽ, അത് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഔലവിയാത്തുകളുണ്ട്. ഓരോരുത്തർക്കും ആദ്യത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. കുഫറിന്റെ ആളുകളോട് സംസാരിക്കുമ്പോൾ പല ആളുകളും ആദ്യമായി സംസാരിക്കേണ്ട കാര്യമായി മനസ്സിലാക്കുന്നത് തൗഹീദ് റുബൂബിയ്യത്താണ്. പല ആളുകളും, ചില ആളുകൾ റുബൂബിയ്യത്തും കൂടി പറയാൻ പോരാ, അള്ളാഹ് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ കുറെ സമയം ചെലവഴിക്കുന്നത് കാണാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു ഇല്ല എന്ന് പറയുന്ന, യഥാർത്ഥത്തിൽ അള്ളാഹു ഇല്ല എന്ന് മനസ്സിന്റെ ഉള്ളിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനുഷ്യനുമില്ല. ഒരാൾ പോലും അള്ളാഹു ഇല്ല എന്ന് ഉറച്ചു മനസ്സിന്റെ ഉള്ളിൽ വിശ്വസിക്കില്ല. അതൊന്നും സാധിക്കില്ല. മനുഷ്യന്റെ ഫിത്രത്തിൽപ്പെട്ട വിശ്വാസം. അങ്ങനെയാണ് അള്ളാഹുവിനെ പഠിച്ചത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. മക്കളെല്ലാം ജനിച്ചത് മുസ്ലിമായിട്ടാണ്. അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദനും നസ്രാനിയും മജൂസിയും ഒക്കെ ആക്കി മാറ്റിയിട്ടുള്ളത്. അപ്പൊ അവന്റെ മനസ്സിലാ ഫിത്രത്ത് മിക്ക ആളുകളുടെ മനസ്സിലാകുന്നു. പക്ഷേ ചില ആളുകൾ, അത് കൂടുതലും ഈ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി സംസാരിക്കുന്ന ആളുകൾ, ഈ പിന്നെ സംവാദങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ, അവരുടെ സംസാരത്തിൽ നിന്നാണെന്ന് അറിയില്ല, പല ആളുകളുടെയും ദഅവത്തിന്റെ രീതിയിലേക്ക് അത് കയറി വന്നിരിക്കുന്നു. ആദ്യം തന്നെ അള്ളാഹു ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മണിക്കൂറുകളോളം സംസാരിക്കാം. അതിന്റെ ആവശ്യമില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും വലിയ നിഷേധിയായ ഫിർഔനോട് എന്താ പറഞ്ഞത്? ലഖദ് അലിംത മാ അൻസല ഹൗലാഇ ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർദി ബസായിർ. ഫിർഔൻ ലഖദ് അലിംത, തീർച്ചയായും നീ അറിഞ്ഞിട്ടുണ്ട്, മാ അൻസല ഹൗലാഇ ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു അല്ലാതെ മറ്റൊരാളുമല്ല ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നിനക്കറിയാം. ബസായിർ, വ്യക്തമായി നിനക്കറിയാം. അത് അവരുടെ മനസ്സിലുണ്ട്. ഫിർഔന്റെ മനസ്സിൽ വരെ അതുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറഞ്ഞത് എന്താണ്? വജഹദു ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും ദുൽമൻ വഉലുവ. അവരതിനെ നിഷേധിക്കുകയാണ് ചെയ്തത്, അറിഞ്ഞുകൊണ്ട്, അതിക്രമമായിക്കൊണ്ട്, ദുൽമായിക്കൊണ്ട്, ഉലുവായിക്കൊണ്ട്, പൊങ്ങച്ചെന്നടിച്ചുകൊണ്ട് ആ ഹക്കിനെ അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അത് ഹക്കാണ്. അതിൽ ഫിറൗൻ ചാവാൻ പോകുന്ന സമയത്ത് എന്താ പറഞ്ഞത്? ഞാനിപ്പോൾ ഇതാ മൂസയുടെ റബ്ബിൽ വിശ്വസിച്ചിട്ടുണ്ട്, ബനൂ ഇസ്രായേലിന്റെ റബ്ബിൽ വിശ്വസിച്ചു. അയാൾക്ക് അറിയുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അയാൾ കളിയാക്കിയപ്പോൾ പോലും അറിയാതെ അത് പുറത്തേക്ക് വന്നു. മൂസാ നബിയെ കളിയാക്കുന്നതിനിടയ്ക്ക് ഒരിക്കൽ അയാൾ പറഞ്ഞു, യാ ഹാറൂൻ ഇബ്നു ലി യാ ഹാമാൻ ഇബ്നു ലി സർഅൻ ലഅല്ലി അത്ലഉ ഇലാ ഇലാഹി മൂസ. ഹാമാൻ, എനിക്ക് വേണ്ടി നീ ഒരു കോണിയുണ്ട്,
ഞാൻ മൂസയുടെ റബ്ബിനെ പോയി കാണട്ടെ. പണ്ഡിതന്മാർ ചില ആളുകൾ പറഞ്ഞു, ചില ആളുകൾക്ക് അഭിപ്രായമില്ല. ചിലർ പറഞ്ഞു ഫിറഔൻ അറിയാതെ പറഞ്ഞു വരുന്നത് എന്ത്, മൂസയുടെ റബ്ബ് മേലെയാണെന്ന് കിട്ടി. അവനറിയാം അള്ളാഹ് മേലെയാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് അവന് കോണി ഉണ്ടാക്കാൻ പറയാ? അവനറിയാം റബ്ബ് മുകളിലാണുള്ളത്, അള്ളാഹ് മുകളിലാണ്. അതുകൊണ്ട് അവൻ കോണി ഉണ്ടാക്കാൻ പറഞ്ഞു. അവന് മനസ്സിൽ അത് കിടക്കുന്നുണ്ട്. ഇതിന് കുട്ടികളോട് നിങ്ങൾ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക, കുട്ടികൾക്ക് അള്ളാഹുടെ മേലൊക്കെയുണ്ട്, അവരുടെ ഫിത്രത്തിലുണ്ട്. ഒന്നും പഠിപ്പിച്ചു കൊടുക്കാത്ത കുട്ടികൾ. അപ്പോൾ മനുഷ്യന്റെ ഫിത്രത്തിലുള്ള വിശ്വാസമാണ് അള്ളാഹു ഉണ്ട് എന്നത്. പക്ഷെ പിന്നീട് മുഅ്തസിലത്തിന്റെ സ്വാധീനമാണ് ചില ആളുകൾക്ക്, ചില കക്ഷികൾക്ക് മുഅ്തസിലത്തിന്റെ സ്വാധീനം പിടികൂടിയെന്ന് സംശയിക്കേണ്ടിയിരിക്കും. ചില ആളുകൾ പറഞ്ഞതുപോലെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അടുക്കൽ ഒരു മനുഷ്യന്റെ മേലുള്ള ഒന്നാമത്തെ വാജിബല്ല, ഒരാളുടെ മേലുള്ള ഒന്നാമത്തെ ഏറ്റവും ആദ്യത്തെ വാജിബല്ല, ആദ്യം നിർബന്ധമായ കാര്യം എന്തായിരിക്കും? ഒരു മനുഷ്യന്റെ മേൽ ഒരാളുടെ മേൽ ഒന്നാമത് നിർബന്ധം ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? എന്താണ്? എല്ലാരും ഒരുമിച്ച് പറയുന്നത് അള്ളാഹുവിനെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യലാണ് ഒന്നാമത്തെ വാജിബ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെ മനുഷ്യനെ എന്തിനാ സൃഷ്ടിച്ച്? ഇബാദത്തിന് വേണ്ടി. ഒന്നാമത്തെ വാജിബ് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യലാണ്, ഒന്നാമത്തെ വാജിബ്. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅ ഇജ്മാഇലായ കാര്യമാണത്. ഒന്നാമത് ഒരാൾ പാലിക്കേണ്ട വാജിബ് എന്താണ്? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യലാണ്. പക്ഷേ ഈ നിലപാടിനെ എതിർത്ത ആളുകളാണ് മുഅ്തസിലത്തിന്റെ ആളുകൾ. അവർ പറഞ്ഞു അള്ളാഹുവിനെ ആരാധിക്കുക, ഇബാദത്ത് ചെയ്യുക എന്നതല്ല ഒന്നാമത്തെ വാജിബ്. ഒന്നാമത്തെ വാജിബായി അവർ പറഞ്ഞത് അള്ളാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കലാണ്. അവരിൽ ചില കക്ഷികൾ അതിര് കവിഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. അവർ പറഞ്ഞു, നീ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നീ കാഫിറാണ്, അതെല്ലാം നിഷേധിക്കണം, അള്ളൊന്നും ഇല്ലാന്ന് നീ നിന്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് നീ ഇങ്ങനെ തെളിവ് പിടിക്കണം. അവരതിന് പറയാറുള്ള വാക്ക് അന്നദർവൽ ഇസ്തിദ്ലാൽ എന്നാണ്. അള്ള ഇല്ലാന്ന് നിഷേധിച്ചതിന് ശേഷം പിന്നെ നീ തെളിവ് പിടിക്കണം. ഇങ്ങനെ നോക്കണം, മരം, മരം ഇവിടെ ഉണ്ടായി. ഇപ്പൊ വെറുതെ ഒരു മരം ഉണ്ടാവില്ല. മരം ഉണ്ടാവണമെങ്കിൽ അതുണ്ടാക്കുന്ന ഒരാളുണ്ടായിരിക്കണം. പ്രപഞ്ചമുണ്ടായി, അത് അവരുടെ അടുത്ത് വേറെയും കുറെ നിയമങ്ങളുണ്ട്. തുടക്കമുള്ളതൊക്കെ തുടക്കമുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കിയ ഒരാൾ എന്തായാലും വേണം. അങ്ങനെ നീ കണ്ടുപിടിച്ചിട്ട് എത്തണം അള്ളണ്ട്. എന്നിട്ട് നീ അള്ളണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? നീ അള്ളാഹുവിൽ വിശ്വസിക്കണം. എന്നിട്ട് പിന്നെ ഇബാദത്ത് ചെയ്യണം. ഇതാണ് മുഅ്തസിലത്തിന്റെ അടുക്കുള്ള അവ്വൽ വാജിബ്. വേറെ ചില ആളുകൾ പറഞ്ഞു കുഫ്റല്ല, ആദ്യം ചെയ്യേണ്ടത് ശക്കാണ്. നീ സംശയിക്കണം, അള്ള ഉണ്ടോ ഇല്ല, കുറച്ച് സംശയിച്ചിരിക്കണം. എന്നിട്ട് പിന്നെ തെളിവ് പിടിച്ച് നീ ആ ശക്കിന്റെ മേലെ യഖീനെ കൊണ്ട് വെക്കണം. പലപ്പോഴും പല ആളുകളുടെയും സംസാരം, ഇത് മുഅ്തസിലത്ത് പണ്ട് പറഞ്ഞു പോയ കാര്യമാണ്. പല ആളുകളും അതിന്റെ മേലെ പടുത്തുയർത്തിക്കൊണ്ടാണ് അവരുടെ ദഅവത്ത് അറിയാതെ അറിഞ്ഞിട്ടൊക്കെ ചെയ്യുന്നത്. മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അത് അവന്റെ മനസ്സിലുള്ള ഫിത്രത്തുള്ള വിശ്വാസമാണ്. ഒരാൾക്കും നിഷേധിക്കാൻ പറ്റില്ല. നിങ്ങൾ സംസാരിച്ചു നോക്കൂ കുഫാറുകളോട്, അവരൊന്നുമെന്നൊന്നുമിലേക്ക് ചാടും. നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം അവരെല്ലാവരും ആദ്യത്തെ കാഫിറുകൾ പറഞ്ഞ് മറുപടിക്ക് എത്തും, ഇതൊക്കെ ഞങ്ങളെ വാപ്പ പഠിപ്പിച്ചെന്നാണ്. കാഫിറോട് സംസാരിച്ചു നോക്കൂ. നിങ്ങൾ ശരിയായ ത്വരീഖിൽ ശരിയായ വഴിയിൽ സംസാരിച്ചു നോക്കൂ. എത്ര വലിയ വിവരമായിക്കോട്ടെ, അവസാനം അവനെത്തുന്ന ന്യായം മിക്കവാറും സമയത്ത് എത്തുന്ന ന്യായം ധരിക്കും. എന്താണ്? എന്റെ വാപ്പ പഠിപ്പിച്ചെന്ന ഇതാണ്, അല്ലെങ്കിൽ എന്റെ ഗുരു പഠിപ്പിച്ചെന്ന ഇതാണ്. ഇതേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. എത്ര ഭംഗി കൂട്ടി അവരത് കുഫർ അവതരിപ്പിച്ചാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര ലളിതമായിട്ടാണ് കുഫറിന്റെ ആളുകൾക്ക് മറുപടി പറഞ്ഞത്. നസ്രാനികളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പറയാൻ നിന്നു.
يا أهل الكتاب لقد كفر الذين قالوا إن الله ثالث ثلاثة അള്ളാഹു മൂന്നിൽ ഒരുവനാണ് എന്ന് പറഞ്ഞവർ കാഫിറായിട്ടുണ്ട്. സൂറത്ത് ആല ഇംറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ ലാ ഇലാഹ ഇല്ലാഹു ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ ലാ ഇലാഹ ഇല്ലാഹു. അവനാണ് ഗർഭപാത്രങ്ങളിൽ നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല. സൂറത്ത് ആലി ഇംറാൻ നിങ്ങൾക്കറിയാം, നസ്രാനികൾക്ക് മറുപടി പറയാൻ കൂടുതലായിട്ടുള്ള ആയത്തുകൾ വന്ന ഒരു സൂറത്താണ്. സൂറത്തിന്റെ തുടക്കത്തിലുള്ള ഒരു ആയത്താണ്. അവനാണ് നിങ്ങളെ ഗർഭപാത്രത്തിൽ വളർത്തിക്കൊണ്ടുവന്നത്, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല. ആയത്ത് വിശദീകരിക്കും. ഇബ്നു കസീർ പറഞ്ഞു ഈസാ നബി എവിടെ കൂടെയാണ് വന്നത്? ഗർഭപാത്രത്തിലാണ് വന്നത്. ഗർഭപാത്രത്തിൽ ഉമ്മാന്റെ ചോരയെന്നും ഉമ്മ തിന്ന ഭക്ഷണത്തിൽ നിന്നും ആരോഗ്യം പിടിച്ചു വളർന്നു വന്ന ഒരു മാംസ കഷ്ണത്തിന് ഒരിക്കലും ഇലാഹാകാനുള്ള അവകാശമില്ല. സിമ്പിളാണ്, ആർക്കും മനസ്സിലാവുന്ന സാധാ യുക്തിയാണ്. ഇതാണ് ഖുർആനിന്റെ ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലഇൻ സഅൽതഹും മൻ ഖലഖ അസ്സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്. ആരാണ് ആകാശഭൂമി സൃഷ്ടിച്ചെന്ന് ചോദിച്ചു നോക്കുക അവരോട്. അവർ പറയുന്നത് അല്ലാഹുവാണ്. എളുപ്പമാണ് ഇസ്ലാം ദഅവത്ത്, എളുപ്പമാണ്. നമ്മൾ ഈ പറയുന്ന ജാതി സയൻസും കുറെ വേദം ഒന്നും പഠിക്കേണ്ട ഒരു കാര്യമില്ല. സാധാ മനുഷ്യന്റെ സാധാ കർഷകനോട് പോയി സംസാരിച്ചാൽ മണ്ണി പണിയെടുക്കുന്ന ആളോടും വലിയ ഓഫീസിൽ പണിയെടുക്കുന്ന ആളോടും ഒരേപോലെ പറയാൻ പറ്റിയ ദീനാണ്. ഇത് നമ്മൾ കെട്ടിക്കൊടുക്കേണ്ടതാക്കേണ്ടതില്ല. വളരെ എളുപ്പമാണ് പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം. ചിലപ്പോൾ ആളുകൾ ചോദിക്കാൻ യുക്തിവാദികൾ പറഞ്ഞ അല്ലില്ല, നമ്മളെടുത്ത് മറുപടി പറയണം. അവരോട് ചിലപ്പോൾ നമുക്ക് പറയാനുള്ള മറുപടി എന്താ, നിനക്ക് എങ്ങനെ റബ്ബുണ്ടായാലും മനസ്സിലായി, നീ പറഞ്ഞു കൊടുക്കും. അതാണ് അതിനുള്ള മറുപടി. അത് പഠിക്കാൻ മാത്രമല്ല, റബ്ബ് എങ്ങനെയാണ്, നീ എങ്ങനെയാണ് അള്ളാഹ് വിശ്വസിച്ചത്, അത് പറഞ്ഞു കൊടുക്കുക. വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇസ്ലാമിന്റെ ദഅവത്ത്. അതിനെ നമ്മൾ പ്രയാസമുള്ളതാക്കേണ്ടതില്ല. അപ്പൊ ആദ്യം പറയേണ്ടത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്ന കാര്യമാണ്. അത് പറയുന്നതോടൊപ്പം വ്യക്തമായി തന്നെ പറയണം, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന കാര്യങ്ങൾ ആ ആരാധന അർഹതയില്ലാത്തതാണ്, അവകാശമില്ലാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. ലോകത്ത് ഏറ്റവും വലിയ തിന്മ നിങ്ങൾ ചെയ്യാൻ പോകുന്നു. അർഹതപ്പെട്ടവന് കൊടുക്കേണ്ട കാര്യം നിങ്ങൾ അത് മാറ്റി കൊടുക്കണം. അല്ലെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം എങ്ങനെയാണ് വിഗ്രഹത്തെ ആരാധിക്കുന്നതോട് പോയി സംസാരിച്ചത്? ലിമ തഅബുദ് മാ ലാ യസ്മഅ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ഷൈഅ. കേൾക്കാത്ത, കാണാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത സാധനത്തിനെയാണ് നീ പോയി ആരാധിക്കുക. ഇത് പറഞ്ഞാൽ മതി. അല്ലാതെ പോയിട്ട് തുഷാരവശതൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. അവരോട് പോയിട്ട് ഇത് പറഞ്ഞാൽ മതി. ഈ ശാന്തിയുള്ള കേൾക്കുന്ന നമ്മൾ വിചാരിക്കുക ഇത് ഇന്നലെ വരെ മണ്ണായിരുന്നു, ചിലപ്പോൾ അതിന്റെ മേലെ നായ മൂത്രയിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ അതിന്റെ മേലെ പക്ഷി കാഷ്ടിച്ചിട്ടുണ്ടാകും. അതാണോ നിങ്ങളുടെ ദൈവം? നിങ്ങളൊരു വസ്തു കൊണ്ട് അതിന്റെ മേലെ കൊണ്ടിട്ട് തകർന്നു പോകും, നശിച്ചു പോകുക ആ സാധനം. ഇതാണോ നിങ്ങൾക്ക് സഹായം നൽകുമെന്ന് നിങ്ങൾ പറയുന്നത്? അപ്പൊ ചിലപ്പോ അവർ പറയും ഇത് ദൈവമാണെന്ന് ഞങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ പ്രതിപുത്രനാണ്. ശരി, ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഇതിങ്ങനെയുണ്ട്? അള്ളാഹ് നിങ്ങളോട് പറഞ്ഞു. ആരാണ് നിങ്ങൾക്ക് തെളിവ് വന്നത്? നിങ്ങൾ അള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? ഒരു ചിത്രം വരച്ചു വെക്കാൻ എളുപ്പമുള്ള കാര്യമാണ് ഇസ്ലാമിക ദഅവത്ത് എന്നത്. അതിനെ നമ്മൾ പ്രയാസമുള്ളതാക്കി മാറ്റാൻ പാടില്ല. അതുപോലെ തന്നെ ദഅവത്തിന്റെ സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ കൗനിയായ പ്രപഞ്ചത്തിലുള്ള ആയത്തുകളിലേക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്ന്. ദുനിയാവിൽ അനേകം ദൃഷ്ടാന്തങ്ങളുണ്ട്, അനേകം. നിങ്ങളിൽ തന്നെ അള്ളാഹു ആയത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സൃഷ്ടിപ്പിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഓരോ കാര്യത്തിലും മനുഷ്യന് ചിലപ്പോൾ ഓരോ മനുഷ്യനും ഓരോ കാര്യത്തിലായിരിക്കും ദൃഷ്ടാന്തമുണ്ട്. സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ABCD പഠിക്കാത്ത ആൾക്ക് പോയിട്ട് നമ്മൾ ബിഗ് ബാങ് തിയറി അതേപോലെ എന്താ പറയാ അങ്ങനത്തെ തിയറികൾ പറഞ്ഞിട്ട് ആൾക്ക് മനസ്സിലാവുന്നു.
ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന കാര്യം. അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൽ മുൽക്കിൽ എന്താ ചോദിച്ചത് അല്ലേ? സൂറത്തുൽ മുൽക്കിൽ തുടക്കത്തിൽ നക്ഷത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ലേ? വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين واعتدنا لهم عذاب السعير. ഞാൻ ഉദ്ദേശിച്ചായിരുന്നു ഈ സൂറത്തുൽ മുൽക്കിന്റെ തുടക്കത്തിലുള്ള ആയത്ത് الذي خلق سبع سماوات طباقا. 7 ആകാശങ്ങൾ അട്ടിയായി സൃഷ്ടിച്ചവനാണ് അല്ലാഹു. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت. റഹ്മാനായ റബ്ബിന്റെ സൃഷ്ടിപ്പിൽ ഒരു ഏറ്റക്കുറച്ച് നിനക്ക് കാണിച്ചു തരാൻ പറ്റും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور. നീ എന്ത് ചെയ്യുക? ആകാശത്തേക്ക് നോക്ക്. നിനക്ക് വല്ല ന്യൂനതയും കാണിച്ചു തരാനുണ്ടോ? നോക്ക് നീ. ഇല്ല, കാണാനില്ല. അതുകൊണ്ട് ഇത് ഒറ്റ നോട്ടമല്ലേ? ഫർജി അൽ ബസർ, നീ ഒരിക്കൽ കൂടി നിന്റെ നോട്ടം കൊണ്ടുപോവാ. ഹൽ തറാ മിൻ ഫുതൂർ, നിനക്ക് വല്ല വിടവും കാണാൻ സാധിക്കുന്നുണ്ടോ? അള്ളാഹു അവസാനിപ്പിച്ചില്ല. ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. നീ 2 തവണ നിന്റെ കണ്ണിനിയും മടക്ക്. ഇനി നീ നോക്ക്, ആകാശത്തേക്ക് നോക്ക്. റബ്ബിന്റെ സൃഷ്ടിയാണ്. പലതും നിനക്ക് കാണാനുണ്ടോ? അവിടെ വല്ല കുറവും നിനക്ക് കാണിച്ചു തരാനുണ്ട്. രാവിലെയും വൈകുന്നേരവും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സൂര്യൻ, എണ്ണമില്ലാത്ത നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, വിശാലമായ മേഘങ്ങൾ, മഴ തരുന്ന കാർമേഘങ്ങൾ, പറന്നുപോകുന്ന പക്ഷികൾ, എന്തൊക്കെ അത്ഭുതങ്ങൾ നിനക്ക് അവിടെ ഉണ്ട്. അതിൽ പലതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇത് ഏത് സാധാരണക്കാരനും പറ്റിയ ചോദ്യമാണ്, എത്ര വലിയ സയന്റിസ്റ്റിനും പറ്റിയ ചോദ്യമാണ്. രണ്ടുപേർക്ക് ഈ ചോദ്യം വളരെ യോജിച്ചതാണ്. ഒറ്റ കണ്ണോട് വെറുതെ നോക്കണമെന്നും അതിന് ദൃഷ്ടാന്തം എന്ത്? ഈ ടെലസ്കോപ്പ്, ഏറ്റവും വലിയ ടെലസ്കോപ്പ് എടുത്തിട്ട് അങ്ങോട്ട് നോക്കിയാലും അവിടെ ദൃഷ്ടാന്തം ഉണ്ട്. ഏത് സാധാരണക്കാരനും പറ്റിയ വർത്തനാണ്, ഏത് വലിയ ആൾക്ക് പറ്റിയ വർത്തനാണ്. ഇത് ഇസ്ലാമിക ദഅവത്തിന്റെ പ്രത്യേകതയാണ്. ഇങ്ങനെയുള്ള ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആയത്തുകളിലായി പറഞ്ഞ് പല പല ദൃഷ്ടാന്തങ്ങൾ. ഉദാഹരണത്തിന് സൂറത്തുൻ നഹലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഏത് മനുഷ്യനും കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന അനേകം ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള ആയത്തുകൾ നമ്മൾ കാണാതെ പഠിക്കുക, അത് ഓതിക്കൊടുക്കുക, ആയത്ത് ഓതിക്കൊടുക്കുക. നമ്മുടെ മലയാള സാഹിത്യത്തിനേക്കാൾ കൂടുതൽ നല്ല എന്താണ്? അള്ളാഹ് കലാം കേൾപ്പിക്കലാണ്. അള്ളാഹ് കലാം കേൾപ്പിച്ചു, അതിന് അജാസ് ഉണ്ട്, അതിന് അത്ഭുതമുണ്ട്. അവർ ചിന്തിക്കട്ടെ, അവരുടെ റബ്ബ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങളിലെ മഹത്വം എന്താണെന്ന് അവർ ആലോചിക്കട്ടെ. ഇത് ഖുർആൻ പലയിടത്തായി പല സന്ദർഭങ്ങളും ഖുർആൻ കൊണ്ടുവന്നിട്ടുള്ള രീതിയാണ്. ഏത്? പ്രപഞ്ചത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഹഖ് മനസ്സിലാക്കാനുള്ള ക്ഷണം. അതുപോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ച് ദഅവത്ത് നടത്തുമ്പോൾ അതോടൊപ്പം പറഞ്ഞു കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്താ പറയാ, ഈ കാക്കക്കാരണവന്മാരെ പിൻപറ്റുക എന്ന സ്വഭാവം. അത് എല്ലാ കുഫറിന്റെ ആൾക്കാരും ഏതാണ്ട് ഒരേപോലെ കൊണ്ടുനടക്കുന്ന മദ്ഹബാണ്. എല്ലായിടത്തും ഒരേപോലുള്ള മദ്ഹബാണ്. ഇത് ഞങ്ങളുടെ പിതാക്കന്മാരിൽ ഞങ്ങൾ കണ്ടത് ഈ കാര്യം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടത്തായി ഖുർആൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബ്തും ഫലാ തുസ്അലു അമ്മാ കാനൂ യഅമലൂൻ. അവരൊരു ഉമ്മത്താണ്, അവർ കഴിഞ്ഞുപോയി, നിങ്ങൾ വേറെ ഉമ്മത്താണ്, അവരെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യില്ല. അപ്പൊ അതിനെ കുറിച്ച് ഖുർആൻ പല ആയത്തുകളും വന്നിട്ടുണ്ട്, മിക്കത് ഓർമ്മപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്
നദാറത്ത് കൊടുക്കുകയാണ്, താക്കീത് പറയുകയാണ്. നീ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോകുന്ന നരകത്തിലേക്കാണ്. നിനക്ക് കേട്ടാൽ വലിയ രസം ഉണ്ടാവില്ല, പക്ഷെ നീ പോണ നരകത്തിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോ മക്കയിൽ മസ്ജിദുൽ ഹറമിൽ പോയി മുശ്രിക്കുകൾ കൂടിയിരിക്കുന്ന മുശ്രിക്കുകളോട് പറയാറുണ്ടായിരുന്നു, അൻതും വആലിഹതുകും ഹതബു ജഹന്നം, നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്ന ഇലാഹുകളും നരകത്തിലെ വിറകുകൊള്ളികളാണ്. നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാരും നരകത്തിലെ വിറകുകൊള്ളികളാണ്. പേടിപ്പിക്കലാണ്. അതുകൊണ്ടാണ് കുഫാറുകളെ അഭിസംബോധന ചെയ്ത സന്ദർഭത്തിൽ ഖുർആനിൽ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ഏതാണ്? താക്കീതാണ്, പേടിപ്പെടുത്തലാണ്, നരകമുണ്ട് എന്ന് ഭയപ്പെടുത്തലാണ്. മരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല, ഒരിക്കലും അവസാനിക്കാത്ത ശിക്ഷയാണ് കാത്തിരിക്കുന്നത്. അല്ലെ, ഖുർആൻ പലയിടത്ത് പറഞ്ഞില്ലേ, ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ. മുശ്രിക്കുകൾ, അഹ്ലുൽ കിതാബിൽപ്പെട്ട കാഫിറുകൾ, അവർ നരകത്തിൽ കാലാകാലം കിടക്കുന്നവരാണ്. അപ്പൊ ഈ കാര്യം ധൈര്യത്തിൽ പറയണം. ഇതൊന്നും ഇന്നെന്തെയില്ല, നമ്മൾ ഈ സെക്യുലർ സമൂഹം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ആളുകള് പേടിപ്പിച്ച് പല ഹക്കുകളും ഉണ്ടാതായിട്ടുണ്ട്. ഹക്ക് അതാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അതാണ് ഹക്ക്. മുസ്ലിം അല്ലാതെ മരിച്ചവൻ നാളെ സ്വർഗത്തിൽ പോകും? ഒരിക്കലും പോകില്ല. അതാണ് ഞാനും നിങ്ങൾ 100% ഉറപ്പായിട്ട് വിശ്വസിക്കുന്ന കാര്യം. ഇസ്ലാം അല്ലാത്ത ദീൻ സ്വീകരിക്കുന്ന എത്ര നല്ല ജീവിതത്തിനും കാര്യമില്ല. അള്ളാന്റെ റസൂലിനെ നീ സത്യപ്പെടുത്തണം. അള്ളാഹ് നിന്നോട് പഠിച്ചത് നിനക്ക് കുറച്ച് ബാധ്യതകൾ നിശ്ചയം, നീ പാലിച്ചിട്ടില്ലെങ്കിൽ നരകത്തിലാണ്. നിനക്ക് ഇഷ്ടമായിട്ടില്ല, സത്യതാണ്, ഹക്കതാണ്. നിനക്ക് ദേഷ്യം പിടിച്ചാലും ഉറപ്പിച്ചു. ഇത് പറയുമ്പോൾ പല ആൾക്കാർക്ക് പറ്റാതെ ആര് നരകത്തിൽ, അതൊന്നും നമ്മൾ പറയാൻ നിൽക്കണ്ട. നമ്മൾ സത്യം പറഞ്ഞാൽ മതി. അല്ല, ഇതാണ് നിനക്ക് ലഭിക്കാൻ പോകുന്ന പല ഇതാണ്. നരകത്തിൽ കത്തിയരി, അങ്ങേറ്റത്തെ ചൂടുള്ള നരകമാണ് കിട്ടാൻ പോകുന്നത്. അതാണ് അവരെ പേടിപ്പിച്ചത്, അതാണ് അവർ ഭയപ്പെടുത്തിയ കാര്യം. ഖുർആനിൽ ചില ആയത്തുകളിൽ പ്രകാരം വന്നതായി കാണാം. അഹ്ലുൽ കിതാബുകാരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാര്യത്തിൽ പറഞ്ഞു. ചില ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഹ്ലുൽ കിതാബുകാരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അവരുടെ മുഖം അല്ലാഹു സുബ്ഹാനഹു വ തആല തുടച്ചു നീക്കുന്നത് അവർ ഭയപ്പെടുന്നില്ല. ഈ ആശയത്തിൽ ഒരു ആയത്ത് വന്നിട്ടുണ്ട്. ഈ ആയത്തിന്റെ അറബി എനിക്ക് ഓർമ്മയിട്ടുണ്ട്. ഈ ആയത്ത് കേട്ടപ്പോഴാണ് കഅബ് ഇബ്നു മാലിക്, കഅബ് ഇബ്നു ദിനാർ, അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഞാൻ ആയത്ത് കേട്ട സന്ദർഭത്തിൽ കുളിമുറിയിലേക്ക് പോയി കുളിച്ചു. ഞാൻ എന്റെ മുഖം ആവർത്തിച്ച് കഴുകിക്കൊണ്ടിരുന്നു. എന്റെ മുഖം തുടച്ചു നീക്കപ്പെടുമോ എന്ന് പേടിയാണ്. അപ്പോ يا أيها الذين أوتوا الكتاب آمنوا بما نزلنا مصدقا لما معكم من قبل أن نطمس وجوها. നാം ചില മുഖങ്ങൾ തുടച്ചു നീക്കുന്നതിന് മുൻപ് നാം അവതരിപ്പിച്ചിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ വിശ്വസിക്കുക, അതിനെ നിങ്ങൾ അംഗീകരിക്കുക, അതിൽ വിശ്വസിക്കുക. വേദക്കാരെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്താണ്. ഈ ആയത്താണ് അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണത്തിന് കാരണമായി. അപ്പൊ നമ്മൾ മയപ്പെടുത്തി എന്ത് ചെയ്യരുത്, തീർത്തും എണ്ണ തേക്കുന്ന പരിപാടി ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖലമിൽ എന്താ പറഞ്ഞത്? വദ്ദു ലൗ തുദ്ഹിൻ ഫദ്ഹിൻ. നീ മയപ്പെടുത്തി അവർ മയപ്പെടുത്തി. നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടല്ലേ, സ്റ്റേജിൽ കയറിയിട്ട് കുഫറിന്റെ ആൾക്കാർ എന്ത് നല്ല ആൾക്കാരാണ്, അവരെ പറ്റി നമ്മൾ അവരെ ക്ഷേത്രത്തിൽ പോയി സംസാരിച്ചാൽ അവരൊന്നും കൊണ്ടുമില്ല, അവരെല്ലാം കേട്ടിരിക്കും. കാരണം നമ്മൾ പറഞ്ഞത് ശരിക്കും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്, പറയേണ്ട രൂപത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒന്നല്ലെങ്കിൽ ഈ പറയുന്ന ആള് സമ്മതിക്കണം, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നസീഹത്തുള്ള ആളാണ്, അതെന്തായാലും സംഭവിക്കില്ല. അല്ലെങ്കിൽ പിന്നെ അയാൾ പറയുന്ന ഇസ്ലാമിൽ എന്തോ കുറവുണ്ട്. രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കണം, ഇല്ലെങ്കിൽ ഒരിക്കലും ഇത് നടക്കൂല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനേക്കാൾ നസീഹത്തുള്ള ആളായിരുന്നു. അവിടത്തേക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല ഈ കാര്യം. അല്ലെങ്കിൽ കേൾക്കണവന്മാര് പൊട്ടന്മാരെന്നാണ്, ഒന്നും കേൾക്കണ്ട. ഒരിക്കലും അത് സംഭവിക്കില്ല. കുഫറിന്റെ ആളുകളെ അവർക്ക് മനസ്സിൽ കൊള്ളുന്ന രൂപത്തിൽ പറഞ്ഞവർക്ക് ഇഷ്ടപ്പെടില്ല. അവരതിനോട് ശക്തമായ വെറുപ്പാണ്. അവർക്ക് അതിനോട് ഒരിക്കലും താല്പര്യം. അത് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ എല്ലാ ചരിത്രത്തിലും എല്ലാ അമ്പിയാക്കന്മാർ ഏതെങ്കിലും അമ്പിയാക്കന്മാർ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്? നബിമാർ വന്ന അവിടെ തന്നെ വിളിച്ചിട്ട് ക്ഷേത്രത്തിൽ സ്റ്റേജ് കെട്ടിട്ട് പറയാൻ സമ്മതിച്ചത് ഒരു നബിക്കും അത് ഉണ്ടായിട്ടില്ല. എല്ലാവരും ആട്ടിയൊടുക്കുകയായിരുന്നു. പ്രശ്നം അവിടെ നമ്മൾ പറയുന്നോട് തന്നെ പ്രശ്നമാണ്. കുഫറിന്റെ ആളുകൾ കുഫർ പണ്ടത്തെ കുഫർ തന്നെയാണ് ഇപ്പോഴുള്ളത്. അതിന് മാറ്റില്ല. പണ്ടത്തെ കുഫറാണ് ഇപ്പോഴും ഉള്ളത്. ഇസ്ലാം പണ്ടത്തെ ഇസ്ലാം അല്ലെങ്കിലാണ് എന്ത് പറയുന്നത് മാറ്റം വരുന്നത്. ഇസ്ലാമും കുഫറും തമ്മിലുള്ള യുദ്ധം, ഇസ്ലാമും കുഫറും തമ്മിലുള്ള പോരാട്ടം അത് ജനങ്ങൾക്ക് മനസ്സിലാകണം. വലാ വൽ ബറാ അത് നിശ്ചയിക്കപ്പെട്ടതിന് പിന്നുള്ള ഒരു ഹിക്മത്ത് അതാണ്. അതായത് കുഫാറുകൾ അവരായിട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റൂല. കാരണം അത് കുഫറിന്റെ ആളുകളാണ്. അത് ആ കുഫറും ഇസ്ലാമും തമ്മിൽ പ്രകടമായി തന്നെ വേറിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാലും ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ ഇവിടെ രണ്ട് കക്ഷിയുണ്ട്. ഇല്ലെങ്കിൽ ജനങ്ങൾ ഇവിടെ സ്വപ്നലോകത്താണ്. ആരും തമ്മിൽ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, എല്ലാവരും കൈകൊടുത്തിട്ടാണ് നടക്കുന്നത്. കുഫറും ഇസ്ലാമും തമ്മിലുള്ള പോരാട്ടം ശരിക്കും വ്യക്തമാകണം. അല്ലെ? രാഷ്ട്രീയ പാർട്ടികൾ ഇനി മറ്റേ രാഷ്ട്രീയ പാർട്ടി എന്ത് തള്ളിയെടുക്കും കാര്യം സമ്മതിക്കൂല. അതിനടിച്ചു കാത്തിട്ട് സംസാരിക്കുള്ളൂ. കാരണം എന്താ? ഇന്നലെ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് രണ്ടും നമ്മൾ ഉണ്ടെന്ന് മനസ്സിലായാലും ആൾക്കാർ പാർട്ടി ചേരുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ? ഹക്ക് എന്താണ്? ആൾക്കാർ എല്ലാവരും കൈകൊടുത്തിട്ടാണെങ്കിൽ എന്താണ്? നമുക്ക് വ്യക്തികൾ നോക്കി വോട്ട് ചെയ്യാന്ന് പറയും ജനങ്ങള്. അപ്പൊ അവർക്ക് അവരുടെ കാര്യം നടക്കണമെങ്കിൽ അത് നടക്കുള്ളൂ. അത് മനുഷ്യന്റെ സ്വാഭാവിക ഹിക്മറ്റാണ്. രണ്ട് കാര്യങ്ങൾ തമ്മിൽ പ്രകടമായ പ്രശ്നമുണ്ടാകുമ്പോൾ ആൾക്കാർ നോക്കും, ശ്രദ്ധിക്കും, ആരുടെ ഭാഗത്തിൽ സത്യം തന്നെ അന്വേഷിക്കാൻ നോക്കും. എന്നാൽ രണ്ടുപേരും ഒരു കുഴപ്പമില്ല എന്ന് മിണ്ടാതെ നടക്കാൻ ആരെങ്കിലും നോക്കും? ഒരു പ്രശ്നമില്ല അവരുടെ കാര്യത്തിൽ. നമ്മൾ അങ്ങോട്ട് കൈ കൊടുക്കുക, അവരിങ്ങോട്ട് കൈ കൊടുക്കുക, പിന്നെന്താ കുഴപ്പം? ഇസ്ലാം ഒരിക്കലും കുഫറിനോട് യോജിക്കുന്നില്ല എന്ന കാര്യം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകണം. ഈ പറഞ്ഞ വിഗ്രഹങ്ങൾ ആരാധിക്കാൻ ഇസ്ലാം ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അതല്ലെങ്കിൽ വേദങ്ങളിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെ ഇസ്ലാം പറയുന്നില്ല. വേദങ്ങൾ പറയാത്ത പലതും ഇസ്ലാമിലുണ്ട്. വേദങ്ങളിൽ എന്തെങ്കിലും നല്ലുണ്ട് അത് മുഴുവൻ ഇസ്ലാമിലുണ്ട്. അതിനോടൊപ്പം സിയാദത്തുണ്ട്. അത് വേദത്തിൽ കാണാൻ പറ്റൂല. അത് ബൈബിളിലില്ല. ഈ ഖുർആൻ മുൻപ് വന്ന വേദഗ്രന്ഥങ്ങളൊക്കെ നസ്ഖ് ചെയ്തിരിക്കുന്നു, ദുർബലമാക്കിയിരിക്കുന്നു. അതിലെന്തൊക്കെ നന്മണ്ട് അതൊക്കെ ഇതിലുണ്ട്. പിന്നെന്തിനാ എടുത്ത് വായിക്കേണ്ട കാര്യം തന്നെയില്ല. അതിലെന്തൊരു നന്മണ്ട് അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ദീൻ ഇത് പരിപൂർണമാണ്. അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ വ്യക്തതയും അതുപോലെ തന്നെ ധൈര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ദുആവും നമ്മുടെ ഭാഗത്തു നിന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ആർക്കു വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ഹിദായത്തിലേക്ക് എത്താൻ വേണ്ടി, അവർ ഹക്കിലേക്ക് എത്താൻ വേണ്ടി, അവരെ ഹക്കിൽ തുടർന്നു പോകാൻ വേണ്ടി, ഇതിനൊക്കെ നമ്മൾ ദുആ ചെയ്യണം. അപ്പൊ നമ്മൾ ദഅവത്തിൽ ഫലം ഉണ്ടാവും. ഇങ്ങനെ ഇസ്ലാമിന്റെ വഴിയിലൂടെ ശരിയായ രൂപത്തിലുള്ള ദഅവ നടത്തിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഉണ്ടാകുകയും നമ്മുടെ ദഅവ ശരിയായ ഫലത്തിലെത്തിച്ചേരുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവൽ മുവഫ്ഫിഖ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.